ഇപ്പൊ പദ്യസാഹിത്യം എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ യൂണിറ്റിനകത്ത് പദ്യസാഹിത്യം മൊത്തം ഒരു ഒറ്റ മൊഡ്യൂളായിട്ടാണ് സിലബസിലുള്ളത്. അതിനകത്ത് പ്രാചീന മധ്യകാല സാഹിത്യം, ആധുനിക സാഹിത്യം, ആധുനികാനന്ദ സാഹിത്യം എന്ന രീതിയിൽ നമ്മുടെ മലയാള കവിതയെ പല പല യൂണിറ്റുകളായി തരംതിരിച്ചിട്ടാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഘട്ടത്തെക്കുറിച്ചാണ്. കണ്ണശന്മാർ വരെയുള്ള പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ ശുദ്ധഗാന സാഹിത്യം എന്നൊക്കെ വേറെ ഒരു സാഹിത്യ ശാഖയായിട്ട് കെ.എം. ജോർജിനെ പോലുള്ളവരൊക്കെ വിളിക്കുന്ന നാടൻ പാട്ടുകളെ കുറിച്ചുള്ള ഒരു ചില പരാമർശങ്ങൾ കൂടെ സിലബസിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പദ്യസാഹിത്യം എന്ന് പറയുന്ന ആ യൂണിറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു സാഹിത്യത്തെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് മലയാളത്തിന്റെ ഒരു സാഹിത്യ ചരിത്ര വിജ്ഞാനീയത്തിനകത്ത്, ലിറ്റററി ഹിസ്റ്റോറിയോഗ്രാഫിക്കകത്ത് നമ്മൾ സാഹിത്യ ചരിത്രത്തെ പ്രധാനമായും നമ്മൾ വർഗീകരിച്ചിട്ടുള്ളതും, സാഹിത്യ ചരിത്രത്തെ വർഗീകരിക്കുക മാത്രമല്ല, സാഹിത്യം എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തിനെ തന്നെ നമ്മുടെ സാഹിത്യ ചരിത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് കവിത എന്ന് പറയുന്ന ഒരു സാഹിത്യ ജനസിനെ മുൻനിർത്തിയാണ് നമുക്കറിയാം. ആ രീതിയിലാണ് നമ്മുടെ മൊത്തം സാഹിത്യ ചരിത്ര ഭാവന തന്നെ മലയാളത്തിൽ വികസിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കവിതയുടെ പല പല ഘട്ടങ്ങളായിട്ടാണ് സാഹിത്യത്തിന്റെ ചരിത്ര കാലഘട്ടങ്ങളെ മലയാള സാഹിത്യ ചരിത്രങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മാത്രമല്ല, മലയാള ഭാഷയുടെ ഒരു ചരിത്രത്തെ തന്നെ, അല്ലെങ്കിൽ ഒരു കേരളീയ സമൂഹത്തിന്റെ ഒരു ചരിത്ര ഘട്ടത്തെ തന്നെ കവിത വെച്ചുകൊണ്ട് വിശകലനം ചെയ്യുകയോ അല്ലെങ്കിൽ ഘട്ടവിഭജനം നടത്തുകയോ ചെയ്യുന്ന ഒരു പ്രയോഗ പദ്ധതി തന്നെ നമ്മുടെ ചരിത്രത്തിനകത്ത്, ഭാഷാ ചരിത്രത്തിനകത്തും, ഉദാഹരണമായിട്ട് AR രാജരാജ ഓർമ്മയ്ക്ക് മലയാള ഭാഷയുടെ 3 ഘട്ടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെയും ഈ കവിത ഒരു പ്രധാനപ്പെട്ട ഒരു ദിശ സൂചകമായിട്ടോ അല്ലെങ്കിൽ ഒരു മാനകമായിട്ടോ ഒക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പദ്യസാഹിത്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം എന്താണ് ഈ സാഹിത്യത്തിലെ ഘട്ടവിഭജനം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില ഘട്ടവിഭജനങ്ങളെ സംബന്ധിച്ച ചില സൂചനകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പൊ സാഹിത്യവും ചരിത്രവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരേ മെറ്റീരിയൽ എടുത്തുകൊണ്ടാണ്, ഒരേ പാഠവസ്തുവിനെ എടുത്തുകൊണ്ടാണ് നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സവിശേഷമായ ജ്ഞാന പദ്ധതിയും ചരിത്രം എന്ന് പറയുന്ന ഒരു ജ്ഞാന പദ്ധതിയും ഇവിടെ തുടങ്ങുന്നത് മോഡേണിറ്റിയിൽ നമുക്കറിയാം. ആധുനികതയുടെ ഒരു ഘട്ടത്തിൽ ആധുനിക ജ്ഞാനബോധത്തിന്റെ അടിസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സാഹിത്യം എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തെ നിർമ്മിച്ചെടുക്കുകയും ആ സാഹിത്യത്തെ നമ്മൾ ചരിത്രപരമായി വ്യാഖ്യാനിക്കുകയും സാഹിത്യകാരൻ എന്ന് പറയുന്ന ഒരു സമ്പ്രത്യത്തെ, ഒരു കോൺസെപ്റ്റിനെയൊക്കെ നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചരിത്രം എന്ന് പറയുന്ന ഒരു ആധുനിക ചരിത്ര രചനാ പദ്ധതിയും നമ്മൾ തുടങ്ങുന്നതിന്റെ ഭാഗമായിരുന്നു. ഈ രണ്ടുപേരും ഒരേ സമയം തന്നെ ഒരേ മെറ്റീരിയലിനെ ആസ്പദമാക്കിയാണ്. അതായത് അവർ കണ്ടെത്തിയ മിക്കവാറും വസ്തുതകളൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് നമുക്കറിയാൻ പറ്റും, അല്ലെ? ചരിത്രത്തിന്റെ ഉപാദാന സാമഗ്രികൾ എന്ന് നമ്മൾ പറയുന്നത് മിക്കവാറും നമ്മുടെ സാഹിത്യ കൃതികളോ അല്ലെങ്കിൽ മറ്റു രൂപങ്ങളോ ഒക്കെ ആണ്, മറ്റു രൂപങ്ങളൊക്കെയാണ്. അപ്പൊ ആ അർത്ഥത്തില് സാഹിത്യവും ചരിത്രം തമ്മിൽ അങ്ങനെ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ട് എന്ന് പറയാം. അപ്പൊ അത് ഇടപെട്ട ആളുകൾ, വിളംകുളം കുഞ്ഞൻപിള്ള തൊട്ട് MGS നാരായണൻ വരെയുള്ള ആളുകളൊക്കെയും ഒരേ സമയം ചരിത്രകാരന്മാരും സാഹിത്യ ചരിത്രകാരന്മാരും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ ആ അർത്ഥത്തില് നമ്മുടെ ഒരു ആദ്യകാല സാഹിത്യ ചരിത്രം തൊട്ട് തന്നെ ചരിത്രവും സാഹിത്യവും തമ്മിലുള്ള ഈ ബന്ധത്തെ കുറിച്ച് ഉള്ള സൂചനകൾ നമുക്ക് കാണാൻ കഴിയും, അതിനെ സംബന്ധിച്ച് കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം, സാഹിത്യം ചരിത്രത്തിന്റെ ഒരു അനുബന്ധവും വ്യാഖ്യാനവുമാണ് എന്ന് സിദ്ധിക്കുന്നു എന്ന പ്രസ്താവന ആരുടേതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ആർക്കെങ്കിലും അറിയാവോ? സാഹിത്യം ചരിത്രത്തിന്റെ ഒരു അനുബന്ധവും വ്യാഖ്യാനവുമാണ് ആണെന്ന് സിദ്ധിക്കുന്നു എന്ന പ്രസ്താവന ആരുടേത് എന്നാണ്, അല്ലെ? നമ്മുടെ ആദ്യകാല സാഹിത്യ ചരിത്രങ്ങളിൽ ഒന്നാണ് R. നാരായണ പണിക്കർ, അല്ലെ? കേരള ഭാഷാ സാഹിത്യ ചരിത്രം R. നാരായണ പണിക്കരുടെ സാഹിത്യ ചരിത്രത്തിനകത്താണ് അദ്ദേഹം ഈ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഭാഷയിലെ സാഹിത്യം എന്നൊക്കെ പറയുന്നതും ആ സമൂഹം അല്ലെങ്കിൽ ആ ജനത സംസാരിച്ച് വരുന്ന അവരുടെ മനോഗതികള്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, ഓരോരോ ഘട്ടത്തിലും ഉത്തരോത്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ആവിഷ്കരണത്തെയാണ് യഥാർത്ഥത്തിൽ സാഹിത്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സാഹിത്യ പഠനം എന്ന് പറയുന്ന ഒരു ലോക സഞ്ചാരം ആണ് എന്നുള്ളതും, അത് എന്താ പറയാ, പല ഭിന്ന ജനതകളുടെ ഈ പറയുന്ന അല്ലെങ്കിൽ ഭിന്ന ഘട്ടങ്ങളിലൂടെ യഥേച്ഛയ ഇങ്ങനെ
സ്വേച്ഛാപരമായി സഞ്ചരിക്കുന്നതിന് നമ്മൾ സമർത്ഥമാക്കുന്ന യഥാർത്ഥത്തിൽ സാഹിത്യമാണ് എന്നും അതുകൊണ്ട് സാഹിത്യം ചരിത്രത്തിന്റെ ഒരു 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 അനുബന്ധവും വ്യാഖ്യാനവുമാണ് എന്ന് അദ്ദേഹം തന്റെ ഈ 1927 അതിന്റെ ഒന്നാം ഭാഗം പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കേരള ഭാഷാ സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത് 1951 ഇതിന്റെ രണ്ടാം ഭാഗം പ്രസിദ്ധീകരിക്കുന്നത്. ഈ സാഹിത്യ ചരിത്രത്തിന്റെ ഒരു തുടക്കത്തിലാണ് അദ്ദേഹം ഈ സാഹിത്യവും ചരിത്രവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നത് എന്നൊക്കെ. അപ്പൊ ആ രീതിയിൽ മറ്റൊരു ചോദ്യം തന്നെ നമ്മുടെ സാഹിത്യ കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ പറയുന്ന പല പല സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സാഹിത്യത്തെ കാണുന്നതോടൊപ്പം തന്നെ ക്രൊണോളജിക്കലായിട്ട് നമ്മുടെ സാഹിത്യ വികാസത്തെ കാണുന്ന ഒരു പദ്ധതിയും മലയാളത്തിൽ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. മണിപ്രവാളം, പാട്ട്, ശുദ്ധഗാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്റെ പ്രസ്ഥാനപരമായിട്ട് അതിനെ വിഭജിക്കുന്ന ഒരു മാനദണ്ഡവും ഉണ്ട്. ക്രൊണോളജിക്കലായിട്ട് അതിനെ വിഭജിക്കുന്ന ഒരു മാനദണ്ഡവും വ്യത്യസ്ത സാഹിത്യ ചരിത്രങ്ങളിൽ ഇടകലർന്ന് നമുക്ക് കാണാം എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ആദി സാഹിത്യകാലം, മണിപ്രവാളകാലം, ശുദ്ധഭാഷാകാലം എന്നിങ്ങനെ മൂന്നായി കേരളത്തിന്റെ സാഹിത്യ കാലഘട്ടങ്ങളെ വിഭജിച്ചതാരാണ്? സാഹിത്യ കാലഘട്ടങ്ങൾക്ക് പലതരം ഘട്ടവിഭജനങ്ങളുണ്ട്. അതിനകത്തൊരു വിഭജനമാണ് ഇത്. ഉള്ളൂർ, പി ഗോവിന്ദപിള്ള, പി ശങ്കരൻ നമ്പ്യാർ, ആറ്റൂർ കൃഷ്ണപിഷാരടി. ഉത്തരം ഏതാണെന്ന് അറിയാവോ ആർക്കെങ്കിലും? ഓക്കെ. ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ് ഈ രീതിയിൽ യഥാർത്ഥത്തിൽ പ്രാചീന സാഹിത്യകാലം എന്ന് പറയുന്ന ഒറ്റ കാലമായിട്ട് അദ്ദേഹം ആദ്യ സാഹിത്യത്തെ നിന്ന് അദ്ദേഹം തരംതിരിച്ചിട്ടാണ് അതിനകത്ത് ഈ പറയുന്ന രണ്ട് കാലമായിട്ട് വീണ്ടും ആദ്യ സാഹിത്യകാലം എന്നും മണിപ്രവാളകാലം എന്നും അദ്ദേഹം നൽകുന്നു. ഓക്കെ. അപ്പൊ ആ അർത്ഥത്തിലുള്ള ഒരു വിഭജനമാണത്. അപ്പൊ പലതരം വിഭജനം നമുക്കവിടെ കാണാൻ കഴിയും. അതായത് പ്രാചീന മലയാളം, നവീന മലയാളം എന്ന് രണ്ടായി തരംതിരിച്ചാൽ മതി. പക്ഷെ അല്ല, പ്രാചീന മലയാളത്തിനകത്ത് തന്നെ അദ്ദേഹം ഈ പറയുന്ന കൊല്ലവർഷം 6-ാം ശതകം വരേക്ക് ഒരു എന്താ പറയാ പ്രാചീന മലയാള കാവ്യം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മലയാള സാഹിത്യം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തെയാണ് അദ്ദേഹം പറയുന്നത്. ആദ്യ സാഹിത്യകാലം എന്നുള്ളത് അവിടെ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ട് അദ്ദേഹം അതാണ്. ഈ പറയുന്ന കൊല്ലവർഷാരംഭത്തിന് അല്പം മുമ്പ് വരെയുള്ള ഒരു ഘട്ടം എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിന്റെ ഒരു കാലമാണ് അതെന്നുള്ള ഒരു പ്രശ്നം അവിടെയുണ്ട്. അതുകൊണ്ടാണ് ആദ്യ സാഹിത്യകാലം എന്ന് പറയുന്നത്. പിന്നീടുള്ള കാലത്ത് അദ്ദേഹം മണിപ്രവാള കാലം എന്നാണ് പറയുന്നത്, പാട്ട് പ്രസ്ഥാന കാലം എന്നല്ല. ഇതൊക്കെ ഈ സാഹിത്യ ജനസ്സുകൾക്കകത്ത് അല്ലെങ്കിൽ സാഹിത്യ ചരിത്ര രചനകത്ത് എങ്ങനെയാണ് ഈ പ്രമാണീകരണങ്ങൾ, പ്രബലതകൾ പ്രവർത്തിക്കുന്നത്, ഹെജിമോണിക്കായിട്ടുള്ള സങ്കല്പനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ട് നമുക്കതിനെ പറയാൻ പറ്റും. അപ്പൊ ആ അർത്ഥത്തിൽ ഈ പറയുന്ന എന്താ പറയാ 700 വരെയുള്ള ഒരു ഘട്ടത്തെ എന്താ പറയാ അദ്ദേഹം അത് പറയും. അതിനുശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന എന്താ പറയാ 600 വരെയുള്ള ഒരു ഘട്ടത്തെയൊക്കെ അദ്ദേഹം ഈ മണിപ്രവാള കാലമായി പറഞ്ഞ് കൊല്ലവർഷം. അതിനുശേഷമാണ് അദ്ദേഹം ആധുനിക കാലം എന്ന് വിഭജിക്കുന്നത്. ഓക്കെ. പലതരം സാഹിത്യ ഇതിന്റെ വിഭജനത്തെ കുറിച്ചുള്ള ചില സൂചന ആണത്. ഈ പറയുന്ന കൊല്ലവർഷം 600 വരെ മധ്യകാലം എന്നും കൊല്ലവർഷാരംഭം വരെ പ്രാചീനകാലം എന്നും നവീനകാലം എന്ന് പറയുന്ന വിഭജനം. അതിന് തന്നെ ചെറിയൊരു വ്യത്യാസം വരുത്തിയാണ് ആറ്റൂർ ഈ പറയുന്ന പോലെ ആദ്യ സാഹിത്യകാലം, അതുപോലെ മണിപ്രവാളകാലം, ശുദ്ധഭാഷാകാലം എന്ന് പറയുന്നത്. പി ശങ്കരൻ നമ്പ്യാർ കൊല്ലം 5-ാം ശതകം വരെ ഈ പ്രാചീന കാലം എന്നും, എഴുത്തച്ഛന്റെ കാലം വരെ മധ്യകാലം എന്നും, വലിയ കോയിത്തമ്പുരാന്റെ കാലം വരെ ആധുനിക കാലം എന്നും. അപ്പൊ ശങ്കരൻ നമ്പ്യാറിലേക്ക് എത്തുമ്പോഴേക്കും ഈ എഴുത്തുകാരൻ അല്ലെങ്കിൽ റൈറ്ററിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് റൈറ്റർ ആസ് എ ഫിഗർ, അങ്ങനെ ടവറിംഗ് ഫിഗർ ആയിട്ട് എഴുത്തുകാരാണ് കാലങ്ങളെ നിർണ്ണയിക്കുന്നത് എന്നുള്ള ആശയം അവിടെ കാണാൻ കഴിയും. അങ്ങനെയാണ് എഴുത്തച്ഛനും അതുപോലെ അദ്ദേഹം. അപ്പൊ അവിടെയാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ പോലെ. അത് നമുക്ക് പിന്നീടും ഈവൻ സുകുമാർ അഴീക്കോടിന്റെയൊക്കെ ഒരു സാഹിത്യ വിമർശന ചരിത്ര രചനാ പദ്ധതിക്കകത്ത് വരെ ഈ കേരളവർമ്മയെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ അത് വേറെ തരത്തിൽ രണ്ട് സൗരയൂഥങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് ലീലാവതിയിലും പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു ഘട്ടവിഭജനങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത്തരം ചില സൂചനകൾ കൊടുത്തത്. ഓക്കെ. ആ സ്ലൈഡിനകത്ത് മുഴുവൻ വർക്ക് ചെയ്തതിനകത്ത് ചെറിയ ഒരു ഘട്ടവിഭജനകത്ത് മിസ്സിംഗ് ആണ്. ഓക്കെ, അതൊക്കെ റിപ്പീറ്റേഷൻ വന്നിട്ട് അത് കറക്റ്റ് ചെയ്യാം. ഉള്ളൂർ ഇതിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായിട്ടാണ് ഈ സാഹിത്യ വിഭജനത്തെ കാണുന്നത്. അദ്ദേഹം ഈ ഒരു
എന്താ പറയാ, 3 ഘട്ടമായിട്ട് തന്നെയാണ് അദ്ദേഹം പൊതുവെ വിഭജിക്കുന്നതെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ 2 ഘട്ടമായിട്ട് കണ്ടാൽ മതിയെന്നും, കൊല്ലവർഷം 700 വരെ, ബാക്കിയെല്ലാം 600 വരെയാണ് പറയുന്നത്, 700 വരെ പ്രാചീന സാഹിത്യകാലം എന്നും അതിനുശേഷം നവീന സാഹിത്യകാലം എന്ന് പറയുകയും അതിനകത്ത് തന്നെ ഈ പറയുന്ന 1050 ശേഷം അത് ഈ പറയുന്ന ആദ്യതന സാഹിത്യകാലം എന്നുള്ളത് കണ്ടംപററി ആയിട്ടുള്ള ഒരു ഘട്ടം എന്നുള്ളത് അദ്ദേഹം സാഹിത്യത്തെ നോക്കി കാണുകയാണ് ഉള്ളൂര് ചെയ്യുന്നത്. നമുക്കറിയാം AR രാജരാജവർമ്മ 3 കാലങ്ങളായി 3 ഘട്ടങ്ങളായിട്ട് കേരളവാണ്യത്തിനകത്ത് ബാല്യാവസ്ഥയെന്നും കൗമാരാവസ്ഥയെന്നും യൗവനാവസ്ഥയെന്നും ഈ പറയുന്ന AD 1 തൊട്ട് കൊല്ലവർഷം 1 തൊട്ട് 500 വരെ അല്ലെ ഒരു ഘട്ടത്തെ അദ്ദേഹം കരിന്തമിഴ് കാലം അദ്ദേഹം പറയുന്നുണ്ട്. കരിന്തമിഴ് കാലത്തിന്റെ ഒരു എൻ പോയിന്റ് ആയിട്ട് അദ്ദേഹം കാണിക്കുന്ന രാമചരിതമാണെന്ന് പറയും. അപ്പൊ കരിന്തമിഴ് കാലത്തിന്റെ ഒരു അന്ത്യഘട്ടത്തിലാണ് മലയാള സാഹിത്യ ചരിത്രം തുടങ്ങുന്നത് എന്നൊരു കാഴ്ചപ്പാടാണ് AR രാജരാജവർമ്മയ്ക്കുള്ളത്. മധ്യഘട്ടം എന്ന് പറയുന്ന കൗമാരം എന്ന് പറയുന്ന മലയാണ്മ കാലമാണ്. അത് ഈ പറയുന്ന ഒരു 800 വരെയുള്ള ഒരു ഘട്ടമാണ്. അല്ലെ യൗവനാവസ്ഥ എന്ന് പറയുന്നത് 800 തൊട്ട് ഇതുവരെയുള്ള ഒരു ഘട്ടം എന്ന രീതിയിൽ അദ്ദേഹം മലയാള ഭാഷ അതിന്റെ തനത് സ്വഭാവത്തെ പൂർണ്ണമായും അല്ലെങ്കിൽ അതിന്റെ സ്വത്വത്തെ പൂർണ്ണമായും ആവിഷ്കരിക്കുന്ന ഒരു ഘട്ടം എന്ന് അദ്ദേഹം നിശ്ചയിക്കുന്നത് ഈ പറയുന്ന കൊല്ലവർഷം 800 തൊട്ടിട്ടാണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ARന്റെ ഒരു വിഭജനം അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ സാഹിത്യ ചരിത്രങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പ്രസ്ഥാനങ്ങളെ കണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. പല സാഹിത്യ ചരിത്രങ്ങളും പല തരത്തിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടത്. എങ്കിലും പൊതുവെ നമ്മളതിനെ പാട്ടെന്നും മണിപ്രവാളമെന്നും 2 കൈവഴികളായിട്ടാണ് മലയാള സാഹിത്യം വിഭജിച്ചത് എന്ന് പറയുന്ന ഒരു സാമ്പ്രദായിക രീതിയിലാണ് ഇത് മലയാള സാഹിത്യ ചരിത്ര രചനയുടെ ആദ്യഘട്ടം ഉള്ള ആ ഒരു സാധനം തന്നെ ഏറ്റവും പുതിയ കാലം വരെ സ്വാധീനിച്ചിട്ടെന്ന് പറയും. എന്നാൽ KM ജോർജിന്റെ സാഹിത്യ ചരിത്ര പ്രസ്ഥാനങ്ങളിലൂടെയുള്ള കൃതികളൊക്കെ വരുന്നതോടുകൂടിയാണ് ഒരുപക്ഷെ ഏറ്റവും വിപുലവും സമ്പന്നവുമായ നമ്മുടെ നാടൻ പാട്ടുകളെ സാഹിത്യമായി കാണുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടുകയും അങ്ങനെ ഒരു ശുദ്ധഗാന ശാഖ എന്നൊക്കെ പറഞ്ഞ് ഒരു സംഗതി ഉണ്ടാക്കുകയും പാട്ടിൽ നിന്ന് മാറ്റി കൃഷ്ണഗാഥ പോലുള്ള ചില കൃതികളെ അതിനകത്തേക്ക്, അതോടൊപ്പം തന്നെ രാമകഥാപാട്ട് പോലെ ഒരുപക്ഷെ പാട്ടിന്റെ ഭാഗമായി കാണുകയും എന്നാൽ ജനകീയ കാവ്യമെന്നും അല്ലെങ്കിൽ നാടോടി പാട്ടുകളുടെ ഭാഗമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൂർ പരിഗണിച്ചിട്ടുള്ള സംഗതിയാണ് രാമകഥാപാട്ട് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഈ ഓറൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടിന്റെ ലിഖിതം അല്ലെങ്കിൽ വാമൊഴി എന്നുള്ള ഒരു അർത്ഥത്തിലായിരിക്കാം ഈ ശുദ്ധഗാന ശാഖ എന്ന് പറയുന്നത് ശാഖയൊക്കെ ആയിട്ട് മാറ്റുന്നത്. അപ്പൊ ആ അർത്ഥത്തില് നമ്മുടെ സാഹിത്യ ചരിത്രങ്ങൾ പലപ്പോഴും ഈ നാടൻ പാട്ടുകളെ എവിടെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അത് നമ്മുടെ ഈ പറയുന്ന പൊതുവെ അത് സ്വീകരിച്ചിരിക്കുന്ന ഒരു തെറ്റായ രീതി എന്ന് പറയുന്നത് ലിഖിത രീതിയിലുള്ള നമ്മുടെ വികസിത സാഹിത്യം എന്ന് നമ്മൾ പറയാവുന്ന ശ്രേഷ്ഠ സാഹിത്യം എന്നൊക്കെ പറയാവുന്ന ആ ഒരു സാഹിത്യം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു പ്രാക്തന ഘട്ടം എന്ന രീതിയിലേക്കാണ് എല്ലാ നാടൻ പാട്ടുകളെയും ആ നാടൻ പാട്ടുകളുടെ കാലഗണന പോലും പരിഗണിക്കാതെ കാണുന്നത്. അപ്പോൾ ഉള്ളൂർ തൊട്ടിട്ട് തന്നെ നാടൻ പാട്ടുകൾ എങ്ങനെ വിഭജിക്കണം എന്നതിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തെക്കൻ പാട്ട്, വടക്കൻ പാട്ട് തുടങ്ങിയ ചില പ്രയോഗങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. പിന്നീട് ഇടനാടൻ പാട്ട് എന്ന് പറയുന്ന വേറൊരു ഇടനാടിനെ കേന്ദ്രീകരിച്ചിട്ട് ഒരു പാത്രത്തെ കേന്ദ്രീകരിച്ചുള്ള പാട്ടുകൾ വന്നു. ധാരാളം അതല്ലാത്ത സാമുദായിക ഗാനങ്ങളും അനുഷ്ഠാന ഗാനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് പലതരത്തിൽ അപ്പൊ പല ആളുകളും നമ്മുടെ നാടൻ പാട്ടുകളെ പലതരത്തിലാണ് വർഗീകരിച്ചത്. അത് വിശദമായിട്ട് ഇതിനകത്ത് നിങ്ങൾ അതിനകത്ത് തന്നിട്ടുണ്ട്. എന്തായാലും നാടൻ പാട്ടിനെ മലയാള സാഹിത്യത്തിന്റെ ആദ്യഘട്ടമായി പരിഗണിച്ചത് ആരാണ് എന്നുള്ളതാണ്. ആദ്യമായി തന്നെ പരിഗണിച്ച ഒരാൾ പാട്ടുകളെ, അഥവാ നാടൻ പാട്ട് എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് പറഞ്ഞയാളാണ് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം അറിയാവർക്കെങ്കിലും? ഓക്കെ, TM ചുമ്മാർ ആണ് ഈ പറയുന്ന അദ്ദേഹം ഒരു മലയാള സാഹിത്യത്തിന്റെ ആദ്യ ഘട്ടമായിട്ട് ഈ നാടൻ പാട്ടിനെ പരിഗണിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണല്ലോ അല്ലെ? അതെ മാഷേ. ഓക്കെ, മഴയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, സാഹിത്യത്തിന്റെ ആരംഭം സംഭാഷണ ഭാഷയിൽ നിന്നാണ് എന്ന് വാദിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. അതായത് ഈ പറയുന്ന വാമൊഴി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ സാധാരണ നമ്മൾ സാമാന്യ വ്യവഹാരമെന്നും വിശേഷ വ്യവഹാരമെന്നും തരംതിരിക്കുകയും വിശേഷ വ്യവഹാരമാണ് സാഹിത്യം എന്നൊക്കെ പറയുന്നതിന് വ്യത്യസ്തമായിട്ട് സംഭാഷണ ഭാഷയിൽ നിന്നാണ് ഈ പറയുന്ന സാഹിത്യം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. പാട്ടിൽ നിന്നല്ല എന്നുള്ളൊരു അർത്ഥത്തിൽ പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ്. KM ജോർജ്, ആറ്റൂർ കൃഷ്ണ പിഷാരടി, P ശങ്കരൻ നമ്പ്യാർ, R നാരായണ പണിക്കർ. ആരാണെന്നറിയാവോ?
ഓക്കെ, ഇതെല്ലാം സാഹിത്യ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ സാഹിത്യ ചരിത്രങ്ങൾ എങ്ങനെയാണ് പലതരം പാട്ടുകളെ അല്ലെങ്കിൽ പ്രാചീന സാഹിത്യ രൂപങ്ങളെ എങ്ങനെയാണ് അവർ വർഗീകരിച്ചത്, എങ്ങനെയാണ് അവർ അതിന്റെ സങ്കല്പനങ്ങൾ രൂപീകരിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട കുറച്ച് ആഴത്തിൽ എന്ന് നമുക്ക് പറയാവുന്ന ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ നമുക്കൊരു അതിന്റെ കൺസെപ്ച്വൽ ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചിലപ്പോൾ ഒരു ടഫ് ലെവൽ കൂടുന്നതനുസരിച്ച് ഉണ്ടാവാം എന്ന് മാത്രമേ ഉള്ളൂ. പ്ലെയിനായ ചോദ്യങ്ങളാണ് പലപ്പോഴും വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് ഈ പറഞ്ഞ സംഭാഷണ ഭാഷയിൽ നിന്നാണ് സാഹിത്യത്തിന്റെ ആരംഭം എന്ന് വാദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് സാഹിത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു 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 ജനസിലേക്ക് നമ്മുടെ ജനസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള സാഹിത്യത്തിലെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, മലയാള സാഹിത്യത്തിന്റെ പ്രാചീന ഘട്ടത്തെ പാട്ടെന്നും മണിപ്രവാളമെന്നും ശുദ്ധഗാന സാഹിത്യമെന്നും മൂന്നായി തരംതിരിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ നമ്മുടെ പഠന പദ്ധതിക്ക് ഉള്ളത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് പാട്ട് സാഹിത്യമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പാട്ട് സാഹിത്യം എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോവാം. അപ്പൊ പാട്ട് എന്ന് പറയുന്ന ഒരു സാഹിത്യം, നമ്മൾ പാട്ട് എന്ന് പറയുമ്പോഴും പൊതുവെ പറയുന്നത് ഈ പറഞ്ഞ തമിഴിനോട് മലയാളം എന്താ പറയാ കവച്ചു ചാടിയ അല്ലെങ്കിൽ മലയാളം മറികടന്ന ഒരു ഭാഷാ സംസ്കൃത പാരമ്പര്യം ഭാഷാ സംസ്കാരം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഭാഷാ പാരമ്പര്യം എന്ന അർത്ഥത്തിൽ തമിഴിൽ നിന്ന് വേർപെടുക എന്ന് പറയാനാണല്ലോ പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ തമിഴിന്റെ ഒരു പാരമ്പര്യം നിലനിർത്തുന്ന ഒരു ശാഖ എന്ന രീതിയിലാണ് പാട്ടിനെ പൊതുവെ കാണുന്നത്. ആ തമിഴ് എന്ന് പറയുന്നത് ഈ പറയുന്ന വേറൊരു ഭാഷയിൽ നിന്നും അത് ഇവിടുത്തെ ആളുകളുടെ തന്നെ ഭാഷയായിരുന്നു എന്നും ഉള്ള ഒരു വാദമുണ്ട്. അതോടൊപ്പം അങ്ങനെയല്ല, അത് വളരെ കൃത്രിമമായിട്ട് തമിഴ് ചുവ കലർത്തി പറയുന്ന ഒരു രീതിയായിരുന്നു എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. കൃത്രിമ ഭാഷയാണെന്നുള്ള വാദമുണ്ട്. എന്തായാലും ഈ പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത് പക്ഷെ അടിസ്ഥാനപരമായിട്ട് പല പാട്ടുകളുടെയും ഒരു രീതി എന്ന് പറയുന്നതും അതിനകത്തുള്ള എന്താ പറയാ വൃത്ത സംവിധാനം എന്നൊക്കെ പറയുന്നത് പൊതുവെ ഇവിടെയുള്ള നാടൻ പാട്ടുകളിലോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ദ്രാവിഡ അല്ലെങ്കിൽ ഈ ദ്രവീഡിയൻ ആയിട്ടുള്ള ഒരു റൂട്ടിൽ നിന്നാണ് ഉള്ളത് എന്ന് മാത്രമല്ല അതിലെ പല പാട്ടുകളും ഈ പ്രത്യേകിച്ച് ഈ തെക്കൻ പാട്ടുകളായാലും അല്ലെങ്കിൽ പല പാട്ടുകൾക്കകത്തും ഈ പറയുന്ന നാടോടി ആയിട്ടുള്ള ഇതിഹാസങ്ങൾ ധാരാളമായിട്ട് പോകുന്നിടത്താൾ കഥ പോലെയോ അല്ലെങ്കിൽ ഇരുവിക്കെട്ടുള്ള പോലെയൊക്കെയോ വടക്കൻ പാട്ടുകളിലൊക്കെ കാണാവുന്നത് പോലെ അത്തരം കുറെ ഈ കഥാഗാനങ്ങൾ എന്ന് പറയാവുന്ന നമ്മൾ അത്തരം ബാലഡുകളുടെ സ്വഭാവത്തിലാണ് പലതും ഉള്ളത് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ പറയുന്ന പാട്ട് സാഹിത്യം എന്ന് പറയുന്നത് വലിയ അളവിൽ നമ്മുടെ ഭക്തി മൂവ്മെന്റ് ആയിട്ട് ഇന്ത്യയിലുടനീളം ഉണ്ടായ ഭക്തി മൂവ്മെന്റ് ആയിട്ട് രണ്ട് ഘട്ടത്തിൽ ബന്ധപ്പെട്ടുണ്ട് എന്നറിയാം. ഒന്നാമത്തെ ഘട്ടത്തിൽ അത് ഈ പറയുന്ന രാമചരിതം തൊട്ടുള്ള ഘട്ടത്തിൽ അത് ബന്ധപ്പെടുന്നതും അതിനുശേഷം എഴുത്തച്ഛന് ശേഷം ഈ ഭക്തി മൂവ്മെന്റുമായിട്ടുള്ള ബന്ധവും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ആ അർത്ഥത്തിൽ ഈ ഒരു സംസ്കൃതത്തിന്റെ ഒരു പൗരാണിക പാരമ്പര്യം ഭാരതീയ ഇതിഹാസങ്ങളുടെ ഒരു ആഖ്യാനം എന്ന അർത്ഥത്തിൽ ജനങ്ങളെ ഭാരതീയ ഇതിഹാസങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നും ആ അർത്ഥത്തിൽ ഒരു തരം പൗരാണിക സംസ്കാരത്തെ ഇവിടെ ഉറപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സായിട്ട് അല്ലെ, അത് മിക്കവാറും ഈ പാട്ടിന്റെ പിറകിൽ ഉണ്ടായിരുന്നത് മുഴുവൻ കീഴാള സമൂഹങ്ങൾ എന്നൊക്കെ പറയാവുന്ന ഇടത്തട്ട് സമൂഹങ്ങൾ എന്ന് പറയുന്നവരൊക്കെയാണ് എന്നൊരു വാദമുണ്ട്. എന്തായാലും ഈ മിക്കവാറും രാജാക്കന്മാരെന്ന് തൊട്ട് താഴെയുള്ള ആളുകളൊക്കെ ആയിട്ടാണ് ഈ പല എഴുത്തുകാരെ കുറിച്ചും പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തില് ഒരു ജനകീയ കാവ്യങ്ങളായിട്ടും പാട്ടിനെ കാണാറുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ഈ സംസ്കൃതത്തിന്റെ അല്ലെങ്കിൽ ഈ പൗരാണികമായിട്ടുള്ള ഒരു ഹൈന്ദവ പുരാണ പാരമ്പര്യത്തെ ഈ ജനസാമാന്യത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന അതിന്റെ ഒരു ഉപകരണമായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഏജൻസി ആയിട്ടാണ് നമ്മുടെ പാട്ട് രചയിതാക്കൾ പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം. അപ്പൊ ആ അർത്ഥത്തില് എന്നാൽ അതൊരിക്കലും ഈ സംസ്കൃതത്തിന്റെ കാവ്യ സമ്പ്രദായങ്ങളെ അതുപോലെ കൊണ്ടു നടക്കുക അതിന്റെ ഫോമിനെ മഹാകാവ്യം പോലെയൊക്കെയുള്ള സംസ്കൃതത്തിലെ ഫോമുകളെ അതുപോലെ കൊണ്ടുവരുന്നതിന് പകരം അതിനെ ലോക്കലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു. പലപ്പോഴും കഥകളെ തന്നെ പ്രത്യേകിച്ച് അതിന്റെ തമിഴ് വേർഷൻസ് കമ്പരാമായണമൊക്കെ നമ്മുടെ പല രാമായണങ്ങളെയും രാമായണ വിവർത്തനങ്ങളെയും സ്വാധീനിച്ചിട്ട് നമുക്കറിയാം. അപ്പൊ ആ അർത്ഥത്തിൽ ഒരുതരം ലോക്കലൈസേഷൻ എന്ന് പറയുന്ന പ്രദേശവൽക്കരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയോടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ പാട്ടുപ്രസ്ഥാനങ്ങൾ പാട്ടുപ്രസ്ഥാനത്തിലുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് തനി കേരളീയമായ ഒരു സ്വത്തും മണിപ്രവാള തനി കേരളീയമായിട്ടുള്ള ഒരു സ്വത്ത് ഘടന നിലനിർത്തുന്ന അതിന്റെ ആഖ്യാനത്തിനകത്തും അതിന്റെ ഒരു കാവ്യസ്വരൂപം എന്ന രീതിയിലും എന്താ പറയാ ഒരു തരം ഒരു കേരളീയമായിട്ടുള്ള ഒരു തനത് രൂപമായി തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക്
വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ അവിടെ ഈ പറയുന്ന സമന്വയത്തിന്റെ രണ്ട് സ്വഭാവം കാണാം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ആശയം എന്ന് പറയുന്നത് വിപുലീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന എസ് രാജശേഖരന്റെ ഈ പാട്ട് പ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എന്ന് പറയുന്ന അതിനകത്ത് ഇങ്ങനെ ഈ പ്രതിരോധത്തിന്റെയും സമന്വയത്തിന്റെയും അംശങ്ങൾ എങ്ങനെയാണ് പാട്ട് എന്ന് പറയുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനത്തിനകത്ത് ഉള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ പാട്ടിന്റെ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു പാട്ടാണിത് അല്ലെ. തരതലന്താനളന്താ പിളന്ത വന്നൻ തനകചന്താർ പെരുന്താമൽ വാണൻ തന്നെ എന്ന് പറയുന്ന ഒരു എന്താ പറയാ സ്തുതിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ലീലാതിലകം എന്ന് പറയുന്ന അല്ലെ നമ്മുടെ മണിപ്രവാള ലക്ഷണ ഗ്രന്ഥത്തിനകത്ത് നമ്മുടെ ആദ്യത്തെ ലക്ഷണ ഗ്രന്ഥം അല്ലെങ്കിൽ കാവ്യശാസ്ത്ര ഗ്രന്ഥം എന്നോ അതുപോലെ തന്നെ ആദ്യത്തെ മണിപ്രവാളത്തിന്റെ ലക്ഷണ ഗ്രന്ഥം എന്നോ അല്ലെങ്കിൽ ആദ്യത്തെ വ്യാകരണ പരിശ്രമം എന്നൊക്കെ പറയാവുന്ന പലതരം വിശേഷിപ്പിക്കാവുന്ന ഒരു കൃതിയാണ് ലീലാതിലകം എന്ന് നമുക്കറിയാം. അപ്പൊ ലീലാതിലകത്തിനകത്ത് ആണ് മണിപ്രവാളത്തെയും പാട്ടിനെയും നിർവചിച്ചിട്ടുള്ളത്. അവിടെ പാട്ടിന്റെ നിർവചനം പറയുന്ന സന്ദർഭത്തിനകത്ത് കൊടുക്കുന്ന ഒരു ഉദാഹരണമാണ് ഇത് എന്ന് പറയുന്നത്. ചില ചരിത്രകാരന്മാർ, സാഹിത്യ ചരിത്രകാരന്മാർ ഇത് രാമചരിതത്തിന്റെ ഭാഗമാകാം എന്നൊക്കെ ചില സൂചനകൾ നൽകുന്നുണ്ട്. പക്ഷെ അത് ലഭ്യമായ തെളിവുകൾ അനുസരിച്ചിട്ട് അതിന് അങ്ങനെ പറയാൻ കഴിയില്ല. എന്തായാലും ഈ പറയുന്ന ആ ഒരു പാട്ടിന്റെ ലക്ഷണത്തിനകത്ത് പാട്ടിന്റെ ലക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന മോന എന്ന് പറയുന്ന അല്ലെ പാട്ടിന്റെ ലക്ഷണം അല്ലെ. അപ്പൊ അത് ഏത് പാദത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. അറിയാവോ? മോന കൃത്യമായി പാലിക്കുന്ന പാദം 3 അല്ലേ? ഓക്കെ, പാദം 3 അല്ല, പാദം 1 കറക്റ്റ് ആൻസർ അല്ലേ. കാരണം എന്താണ് ഈ പ്രമിത സംഘാതാക്ഷര നിബദ്ധം യതുകാ മോന വൃത്തവിശേഷയുക്തം പാട്ട് എന്നുള്ളതാണല്ലോ നിർവചനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ നിർവചനത്തിനകത്ത് തന്നെ ചില കണ്ടീഷൻസ് അല്ലെ, 4 കണ്ടീഷൻസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. നോട്ടിൽ അത് വിശദമായി നൽകിയിട്ടുണ്ട് അല്ലെ. തമിഴ് അക്ഷരമാലയിലുള്ള 28 അക്ഷരങ്ങൾ എന്നുള്ള അക്ഷരങ്ങൾ കൊണ്ട് നിബദ്ധമായിരിക്കണം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. അതുപോലെ തന്നെ എല്ലാ പാദങ്ങളിലും ഈ പറയുന്ന ദ്വിതീയാക്ഷര പ്രാസം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അല്ലെ ആ ഒരു എന്താ പറയാ യതുക എന്ന് പറയുന്ന ഒരു സാധനം, പാദാനുപ്രാസം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. അതോടൊപ്പം തന്നെ ഒരു പാദത്തെ 2ആയി മുറിച്ചാൽ അതിന്റെ ഓരോ പാദത്തിന്റെയും ഈ പറയുന്ന പ്രഥമ ഭാഗത്തില് ദ്വിതീയ ഭാഗത്തിലും ആദ്യാക്ഷരങ്ങൾക്ക് സാജാത്യം ഉണ്ടാവണം എന്ന് പറയുന്നത്. അതിനാണല്ലോ മോന എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരി നോക്കിയാൽ അറിയാം അല്ലെ. തരതലന്താൻ അന്ത വിളന്ത തനക അല്ലെ, താത്ത എന്ന് ഏതാണ്ട് ഒരേപോലെ വരുന്ന അത് 1ആം പാദത്തിൽ മാത്രമാണ് എന്നുള്ളത്. നമുക്ക് മറ്റൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മോൻ അവിടെ ഉണ്ടെങ്കിൽ കൃത്യമായി പാലിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പാദം 1 അതിനകത്ത് വൃത്തവിശേഷയുക്തം അറിയാൻ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഈ വസന്തതിലകാദി സംസ്കൃത വൃത്തങ്ങളല്ലാത്ത മറ്റ് ദ്രാവിഡ വൃത്തങ്ങൾ പാലിക്കുന്നത് എന്ന് ഈ 4 കണ്ടീഷൻസ് ആണ് പറയുന്ന ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യതുകാമോന വൃത്തവിശേഷയുക്തം പാട്ട് എന്ന് പറയുന്ന പാട്ടിന്റെ എന്താ പറയാ നിർവചനത്തിൽ. അപ്പൊ ആ നിർവചനം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ചോദിച്ചു മാത്രം. ഓക്കെ, ഇതാണ് ഇപ്പൊ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ ഒരു കാര്യം എന്നത് അല്ലെ. പാട്ടിന്റെ നിർവചനം എന്താണ്? 4 കാര്യങ്ങളാണ് പറഞ്ഞത്. തമിഴ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് അല്ലെ. ചെന്തമിഴ് അക്ഷരമാലയാണ് 12 സ്വരങ്ങളും 18 വ്യഞ്ജനങ്ങളുമാണ് അല്ലെ. ഏറ്റവും ബേസിക് എ ഐ ഔ എന്നുള്ള അവസാനം. പിന്നെ നമുക്കറിയാവുന്നതുപോലെ ആ കച്ചടതവ എന്നും അല്ലെ അങ്കഞ്ഞനമ എന്ന് പറയുന്ന ആ സംഗതി. പിന്നെ യാരാലാവാളാറാന ഇത്രയും വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ ദ്രമിഡ സംഘാത പാഠം ഉണ്ടാവുന്നത്. അപ്പൊ അതിനകത്ത് രചിച്ചതാണ് പാട്ട് എന്ന് പറയുന്ന കാര്യം. മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ വിശദീകരിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോ രാമചരിതത്തിനകത്ത് ഉള്ള ഈ വൃത്തങ്ങൾക്കൊക്കെ ഉള്ള ഒരു തമിഴിന്റെ പാരമ്പര്യത്തെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഇപ്പോ പി രാമനെ പോലുള്ളവരൊക്കെ പ്രൊഫസർ പി രാമനൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നമ്മുടെ പാട്ട് സാഹിത്യത്തിനകത്തേക്ക് എങ്ങനെയാണ് ഈ പറയുന്ന തമിഴ് വൃത്തങ്ങൾ കടന്നു അല്ലെങ്കിൽ ദ്രാവിഡ വൃത്തങ്ങൾ കടന്നു വന്നത് എന്നുള്ളത് തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. ഓക്കെ,
പ്രധാനപ്പെട്ട കൃതികൾ, പാട്ടുപ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് നമ്മൾ പറയുന്നത്. പിന്നീട് പൊതുവായി നമ്മൾ കൂട്ടിച്ചേർത്തൊരു കൃതിയാണ് പയ്യന്നൂർ പാട്ട് എന്ന് പറഞ്ഞാൽ. കാലഗണനയൊക്കെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില ഉണ്ടത്തിന്റെ ചില പരാമർശങ്ങളും മറ്റുമൊക്കെയാണ് ആദ്യം ഉണ്ടത്താണ് ചെയ്യുന്നത്, അല്ലെ? ആ രീതിയിൽ സൂചനകൾ മാത്രമാണ് ആദ്യകാല സാഹിത്യ ചരിത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് കണ്ടെടുക്കുകയും, അല്ലെ, സക്കറിയ അതിനെ കുറിച്ചൊക്കെ പഠനമൊക്കെ നടത്തുന്നതോടുകൂടിയാണ് പയ്യന്നൂർ പാട്ട് എന്ന് പറയുന്ന ഒരു സാഹിത്യകൃതി എന്ന് പറയുന്നത്. മറ്റ് നാടോടി പാട്ടുകൾ ഭാഗമായിട്ട് നമ്മൾ കാണാറുണ്ടെങ്കിൽ കൂടി അതിനൊരു അങ്ങനെ അല്ലാതെ കാണുന്ന ഒരു രീതി ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവുന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട രാമചരിതം, തിരുവനന്തമാല, കണ്ണശരാമായണം, ഭാരതമാല, ഭാഷാ ഭഗവത്ഗീത, രാമകഥാപാട്ട്, പയ്യന്നൂർ പാട്ട് പ്രധാനമായും നമ്മുടെ പരീക്ഷയ്ക്ക് കവർ ചെയ്യാൻ സാധ്യതയുള്ള പാട്ട് കൃതികൾ. അതാണ് ഈ ഓരോ കൃതികളുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സിലേക്കും ചോദ്യങ്ങളിലേക്കും വരാം. ഓക്കെ, ആദ്യമായിട്ട് രാമചരിതം. നമുക്ക് അറിയാവുന്ന പോലെ രാമചരിതം എന്ന് പറയുന്നത്, ഇപ്പൊ രാമചരിതം ഏത് രാമായണത്തെയാണ് ഉപജീവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്, അല്ലെ? ഏത് രാമായണത്തെയാണ് എന്ന് ഈ രാമായണങ്ങളൊക്കെയും പല കൃതികൾ ഉപജീവിച്ചിട്ടുണ്ട്. പല കൃതികളിലും ഇടയിൽ കയറി വരുന്നുണ്ടെന്ന് നമുക്കറിയാം. പല കൃതികളിലും പാട്ടുപ്രസ്ഥാനത്തിലെ തന്നെ. ഉത്തരം പറയാവോ? വാൽമീകി രാമായണം. വാൽമീകി രാമായണം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. വളരെ പ്ലെയിൻ ആയ ഒരു ചോദ്യമാണ്. ഇപ്പൊ രാമചരിതമായി ബന്ധപ്പെട്ട ചില നിങ്ങൾ എന്താ പറയാ, എപ്പോഴും ഓർത്തു വെക്കേണ്ട ചില പോയിന്റ്സുകളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ലഭ്യമായതിൽ ഏറ്റവും പ്രാചീനമായ കൃതി എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. കർത്താവിന്റെ പേര് ശ്രീരാമനാണെന്നും ശിവരാമനാണെന്നും ഒക്കെ ചില വാദങ്ങളുണ്ട്. വാദങ്ങളെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ നോട്ടി തന്നിട്ടുണ്ട്, നോക്കുക, അല്ലെ? അത് എവിടുന്നാണ് ആ വാദം വന്നത് എന്നതിനെ സംബന്ധിച്ച വരിയും അവിടെ ശ്രീരാമൻ എന്ന് പറയുന്ന അമ്പോളി എത്തിയ തമിഴ് കവി വല്ലൂർ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് ശ്രീരാമൻ എന്നൊരാളാണ് ഇത് ഊഹിക്കുന്നത്. പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായും പിൻപറ്റുന്ന ഒരു കാവ്യമാണ്, അല്ലെ? തിരുവനന്തമാല കണ്ടെത്തുന്നത് വരെ ഈ കവിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു കൃതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വാദിച്ചിരുന്നത്. രാമായണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിവർത്തനമല്ല എന്ന് നമുക്കറിയാം, സമ്പൂർണ്ണ വിവർത്തനമല്ല. പിന്നീട് രാമകഥാപാട്ടിലൊക്കെയാണ് സമ്പൂർണ്ണ വിവർത്തനം എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്. എന്നാൽ യുദ്ധകാണ്ഡത്തെയാണ് കേന്ദ്രീകരിക്കുന്നത് എങ്കിൽ കൂടിയും, യുദ്ധകാണ്ഡ ആണ് കേന്ദ്രീകരിക്കുന്നത് എന്ന് പറയുമെങ്കിൽ കൂടിയും, മാത്രമല്ല അത് ക്ഷത്രിയനായ ആ യുദ്ധകാണ്ഡമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വേണാട് ഭരിച്ചിരുന്ന ഒരു ക്ഷത്രിയനായിരിക്കണം എന്നൊക്കെ ചില ഊഹങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഗ്രന്ഥകാരനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ആളുകളെ ഈ പറയുന്ന യുദ്ധത്തിന് പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യമുണ്ടായിരുന്നു തുടങ്ങിയ ചില വാദങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതല്ലാതെ തന്നെ ഈ പറയുന്ന രാമായണ ഭാഗത്തെ പല സന്ദർഭങ്ങളും ഈ ഭരത ഹനുമൽ സംവാദത്തിലൂടെ കവി അവതരിപ്പിക്കുന്നുണ്ട്. അത്തരം ഒരു അവതരണ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ എഴുത്തച്ഛൻ വരെയുള്ളവരുടെ കൃതികൾക്കകത്ത് ഈ പറയുന്ന പല ഭാഗങ്ങളെയും സംക്ഷേപണ രൂപത്തിൽ ഇങ്ങനെ വീണ്ടും പറയുകയോ അല്ലെങ്കിൽ പുതുതായി പറയുകയോ ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട് എന്ന് നമുക്ക് അറിയാം. ആ അർത്ഥത്തിൽ ഈ രാമായണ കഥയുടെ ഭാഗങ്ങളെ സാമാന്യമായ ചില വിവരണങ്ങളായിട്ട് ഈ രാമചരിതത്തിലും കാണാം എന്നുള്ളതാണ്. ഓക്കെ, രാമചരിതത്തിന്റെ ഘടനയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ആശയങ്ങളാണ് മിക്കവാറും ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും നമുക്ക് വരുന്ന ചോദ്യങ്ങൾ. അതായത് 164 പടലങ്ങളായിട്ട് എന്താ പറയാ ചാപ്റ്റേഴ്സ് ആയിട്ട് അതിനകത്ത് 1814 പാട്ടുകളാണുള്ളത്. ശരാശരി ഒരു 11 പാട്ടുകൾ വീതമാണ് ഒരു പടലത്തിനകത്ത് കാണാൻ കഴിയുക. എന്നാൽ ചിലയിടത്തൊക്കെ അത് മാറി മാറി വരുന്നുണ്ട്. 12 പാട്ടുകളുള്ള ചില രീതിയുണ്ട്. ഇത് പൊതുവെ ഈ ഒരു നായനന്മാരുടെയും ആഴ്വന്മാരുടെയും ഒക്കെ ഒരു ശൈലിയാണ്, ശൈലിയുടെ അനുകരണമാണ് എന്നൊക്കെ ഉള്ളൂർ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നറിയാം. അതുപോലെ എതുകയും മോനയും പാലിക്കുന്നുണ്ടെന്നും അന്താതിപ്രാസം അടയ്ക്കുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ പിന്നീട് മലയാളത്തിലേക്ക് വികസിച്ചു വന്ന പല വൃത്തങ്ങളും, അല്ലെ? അപ്പൊ അതിനകത്ത് ഏതൊക്കെ ചില വൃത്തങ്ങളൊക്കെ എടുത്തുകൊണ്ട് രാമചരിതത്തിൽ കാണുന്ന വൃത്തങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ അങ്ങനെയുള്ള ഒരു 20ഓളം വൃത്തങ്ങളെ ഉണ്ട് എന്നാണ് ഉള്ളൂർ ഇതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അർത്ഥത്തില് ഒരു മലയാള കവിതയ്ക്ക് ഒരു തുടക്കം കുറിച്ച കൃതി എന്ന അർത്ഥത്തിൽ തന്നെ രാമചരിതത്തെ പ്ലേസ് ചെയ്യാം എന്ന രീതിയിലാണ് അതിന്റെ ഒരു ഗ്രന്ഥ സ്വരൂപത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഉള്ളൂരിനെ പോലുള്ള സാഹിത്യകാരന്മാർ പറയുന്നത്. ഓക്കെ, അതിന്റെ സ്ഥലം, കാലം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പലതരം അഭിപ്രായങ്ങളുണ്ട്, അല്ലെ? കൊല്ലം 5-ാം ശതകം 13-ാം നൂറ്റാണ്ട് അവസാനമാണ് എന്ന് AR പറയുന്നുണ്ട്, കരിന്തമിഴിന്റെ അന്ത്യഘട്ടം എന്ന്. 12-ാം ശതകമാണെന്ന് ഉള്ളൂർ പറയുന്നത്. ഇതൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ സാമാന്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. 12ഓ 13ഓ ആകാം എന്നുള്ള രീതിയിലാണ് KM ജോർജ് പറയുന്നത്. 12-നും 15-നും ഇടയിൽ എന്ന് പറയുന്ന കുറച്ചുകൂടി ഒരു ദീർഘമായ ഒരു ടൈം സ്പാൻ ആണ് എൻ കൃഷ്ണപിള്ള മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഒരു ലേറ്റർ പീരീഡിൽ ഉണ്ടായ ഒരു കൃതിയാണ് എന്ന് പറയുന്ന ഒരാൾ ആർ നാരായണ പണിക്കരാണ്. 15-ാം ശതകം ആവാം അല്ലെങ്കിൽ 14-ാം ശതകത്തിന് ശേഷമാവാം എന്ന അർത്ഥത്തിലാണ് നാരായണ പണിക്കർ അതിന്റെ ഒരു കാലത്തെ കുറിച്ച് പറയുന്നത്.
അപ്പൊ ആ അർത്ഥത്തിൽ 13-ാം നൂറ്റാണ്ടിന്റെ ഒരു 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 പരിസരത്തിലാണ് എന്താ പറയാ ഈ കൃതി ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് സാമാന്യമായിട്ട് പറയാനുള്ളത്. ശ്രീരാമൻ എന്നുള്ളത് കവിയുടെ പേരാണ് എന്നും ശ്രീരാമന്റെ തത്വവുമാണ് എന്നും അല്ലെ. എന്നാൽ അതിന് ശിവരാമൻ എന്നായിരിക്കാം എന്ന് പറയുന്ന വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ പറയുന്ന ശ്രീരാമൻ ചില രാജാക്കന്മാരുമായി ബന്ധിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ ഈ പറയുന്ന ശ്രീ വീരരാമവർമാവുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന ശ്രമം ഉള്ളൂര് തന്നെ നടത്തിയിട്ടുണ്ട്. ആദിത്യവർമ്മ മഹാരാജാവാണെന്ന് പി ഗോവിന്ദപിള്ള പറയുന്നുണ്ട്. എന്നാൽ അതല്ല, അത് ഈ പറയുന്ന ഉത്തര കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കൃതിയാണ് എന്ന് പറയുന്ന ഒരു വാദം ചിറക്കൽ ബാലകൃഷ്ണൻ നായർ തൊട്ടിട്ട് അങ്ങനെ വരികയും പി വി കൃഷ്ണൻ നായർ അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഒരു അതിനൊരു സിദ്ധാന്തമായിട്ട് സ്ഥാപിക്കുന്നത് പി വി കൃഷ്ണൻ നായരാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ രീതിയിൽ അതിന്റെ സ്ഥലത്തെ സംബന്ധിച്ചും കാലത്തെ സംബന്ധിച്ചും തെക്ക് വടക്ക് എന്ന രീതിയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഭാഷയെ സംബന്ധിച്ചും അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, പ്രധാനമായും 7 വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് രാമചരിത ഭാഷയെ കുറിച്ചുള്ളത് നമുക്കറിയാം അല്ലെ. അതൊരു ഒരു ഒരു തമിഴ് കൃതിയാണോ മിശ്ര ഭാഷാ കൃതിയാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഉള്ളൂരിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ പ്രയോഗം എന്ന് പറയുന്നത് അല്ലെ, അതുണ്ടായ കാലത്ത് സാഹിത്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കൃതിയാണ്. ഭാഷയുടെ ആദിരൂപം ഉള്ള ഈ ഗോപിനാഥ റാവുവിന്റെ അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം എന്നാൽ കുറെയൊക്കെ ഗോപിനാഥ റാവുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് തമിഴ് കൃതിയല്ല എന്നും അത് ഈ പറയുന്ന കേരളത്തിനകത്ത് ഈ പറയുന്ന ആ കാലത്ത് സാഹിത്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ഭാഷയിൽ എഴുതപ്പെട്ട ഒരു കൃതി തന്നെയാണ് എന്ന് പറയുന്ന ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മലയാളം എന്ന് പറയുന്ന ഒരു തനി ഭാഷ അന്നില്ല എന്നും അത് പഴന്തമിഴ് തന്നെയാണെന്നാണ് ഗോപിനാഥ റാവുവിനെ പോലും ശശയ്യരെ പോലുള്ള ആളുകളൊക്കെ വാദിക്കുന്നത്. അതൊരു മിശ്രഭാഷാ കൃതിയാണ്. കാരണം ഈ തമിഴ് ഒറിജിനെ നിഷേധിക്കുന്ന ആളുകളാണ് കെ എം ജോർജിനെ പോലുള്ള ആളുകൾ. പക്ഷെ ഇടക്കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള തമിഴ് സാമൂഹ്യ ആധിപത്യം അല്ലെങ്കിൽ രാജാധിപത്യം എന്ന് പറയുന്നത് കാരണം ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകതരം കൃത്രിമമായ കാവ്യരൂപമാണ് അതിന്റെ ഈ പറഞ്ഞ പാട്ട് എന്നും അതിന്റെ ഭാഗമായിട്ട് ഒരുതരം മിശ്രഭാഷയാണ് രാമചരിതത്തിൽ ഉള്ളത് എന്ന് പറയുന്ന ഒരു ആശയം അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊരു എന്താ പറയാ, അത് തെക്കൻ തിരുവിതാംകൂറിലെ ഒരു നാടോടി കവിതയല്ല എന്നും അതിന് മറിച്ച് ഒരു ആധുനികമായിട്ടുള്ള ഒരു കാവ്യശാഖയാണെന്നും അതിന് വടക്കൻ കേരളവുമായിട്ടാണ് ബന്ധം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കൃഷ്ണൻ നായർ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊന്ന് ഈ പറയുന്ന തെക്കൻ തിരുവിതാംകൂറിലെ ഭാഷയാണ് തമിഴും മലയാളവും കലർന്ന നമ്മൾ ഈ രാമകഥാപാട്ടിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ബോർഡർ ലൈൻ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിർത്തി ഭാഷ അങ്ങനത്തെ ഒരു ആണെന്നാണ് ആറ്റൂർ കൃഷ്ണപിഷാരടി. കാരണം അവരൊക്കെ ഉന്നയിക്കുന്നത്, ആറ്റൂരടക്കമുള്ളത് ഈ സ്വതന്ത്ര ശാഖാവാദികളായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സാഹിത്യത്തിന്റെയോ ഭാഷയുടെ ഒരു ആദ്യ രൂപമായിട്ട് രാമചരിതത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അവരൊക്കെ. കരിന്തമിഴ് കാലത്തിന്റെ അവസാനത്തിൽ ഉണ്ടായ കൃതിയാണ് എന്നുള്ളതും അതിനകത്ത് ചെന്തമിഴിന്റെ ചില സ്വാധീനങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നൊക്കെ കേരളവാണിയാണ് AR രാജരാജവർമ്മ പറയുന്നുണ്ട്. അത് രാമചരിതത്തെ കുറിച്ച് രാമചരിതം എന്ന് പറയുന്ന ഒരു കാവ്യ ഒരു മറ്റേ രൂപത്തെ കുറിച്ച് ആദ്യമായി നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഹെർമൻ ഗുണ്ടർട്ടാണെന്നും അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കൃതിയാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഭാഷയുടെ ഒരു ആദ്യ രൂപത്തെ അത് പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഗുണ്ടർട്ട് തൊട്ടിട്ട് ഈ കാലത്ത് ആളുകളൊക്കെ പൊതുവായി ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്നത്. ഓക്കെ, തമിഴിന്റെ വേഷം കെട്ടിയ കാവ്യരൂപമാണ് രാമചരിതം എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ്. തമിഴിന്റെ ഒരു ലൈറ്റർ പീരീഡിലുള്ള ഒരു അഭിപ്രായമാണ്. തമിഴിന്റെ വേഷം കെട്ടിയ മലയാളം തമിഴിന്റെ ഒരു വേഷം കെട്ടിയ കാവ്യരൂപമാണ് എന്നും അതിന്റെ ഒരു ഭാഷയിലെ ഒരു പ്രച്ഛന്ന വേഷ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. മുള്ളൂർ, കെ എൻ എഴുത്തച്ഛൻ, കെ എം ജോർജ്, ഗോപിനാഥ റാവു. അറിയാവോ? കെ എൻ എഴുത്തച്ഛൻ. അതെ, കെ എൻ എഴുത്തച്ഛനാണ് ഈ ഒരു പ്രസിദ്ധമായ അഭിപ്രായം അദ്ദേഹം പറയുന്നത്. ഈ ഒരു തനി മലയാളത്തിന്റെ ചട്ടക്കൂട്ടിൽ പിറന്നു വീണ ഒരു ക്ലാസിക് മഹാകാവ്യമാണ് എന്ന് അല്ലെ. അത് മലയാളം തമിഴിന്റെ വേഷം കെട്ടിയിട്ടുള്ള ഒരു കാവ്യരൂപമാണ് അല്ലെ. അത് ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു ആദ്യ കൃതിയായി കണക്കാക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ രാമചരിതവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ നിരീക്ഷണങ്ങളാണ് എന്നുള്ളത് ഓർമ്മയുണ്ടാവണം. ഓക്കെ, കെ എൻ എഴുത്തച്ഛനാണ് കറക്റ്റ് ഉത്തരം. രാമചരിതവുമായി ബന്ധപ്പെട്ട മറ്റു ചില പരീക്ഷയ്ക്ക് വരാവുന്ന ചില പോയിന്റ്സുകൾ കൂടെ ഒന്ന് നോക്കി നമുക്ക് രാമചരിതം എന്ന് പറയുന്ന സെഗ്മെന്റ് അവസാനിപ്പിക്കാം. വീരരസപ്രധാനമായ ഭക്തി സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി എന്നാണ് ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തുന്ന രീതിയിൽ. എന്നാൽ വീരരസത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പുതുശ്ശേരി രാമചന്ദ്രൻ പറയുന്നുണ്ട്.
ഭക്തിപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എം ലീലാവതി ഈ കൃതി. അപ്പൊ ഈ കോട്ടിങ്ങുകളൊക്കെ എടുത്തുകൊണ്ട് ഇത് ആര് പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിന് കോട്ടുകളൊക്കെ അതിനകത്ത് സ്ലൈഡിനകത്ത് കൊടുത്തത്. അല്ലെ, കൂത്തരങ്ങിന്റെ സ്വാധീനമുണ്ട് എന്ന് നെടുവട്ടം ഗോപാലകൃഷ്ണൻ, രാമചരിതത്തെ കുറിച്ച് അങ്ങനെ കെ എം ജോർജ്, നെടുവട്ടം ഗോപാലകൃഷ്ണൻ അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉണ്ണിക്കിടാവരെപ്പോലുള്ള ആളുകൾക്ക് ഇതിന് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം. അല്ലെ, രാമചരിതം ഒരു മലയാള കൃതിയല്ല തമിഴ് കൃതിയാണ് എന്ന് വാദിച്ച രണ്ടുപേര്. അല്ലെ, അത് ഋഷിക്ക് സ്ഥലം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലെ, ഈ പറയുന്ന എന്തുകൊണ്ടാണ് അത് തമിഴിന്റെ കലർപ്പാട് കൂടുതലുള്ളത് എന്നുള്ളത് ഗോവിന്ദപിള്ള പറയുന്നത് ഈ സംസ്കൃതം കാര്യമായിട്ട് ഫിൽട്ടർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, അല്ലെ, ഫിൽട്രേഷൻ നടന്നിട്ടില്ലാത്തൊരു പ്രദേശത്തുണ്ടായ കൃതി ആയതുകൊണ്ടാണ് എന്നുള്ളതാണ്. ത്രൈവർണികരല്ലാത്തവർക്കിടയിൽ പ്രചരിച്ചിരുന്ന ഒരു ഭാഷാ രീതിയാണ് എന്നും ഈ പറയുന്ന രാമചരിതത്തിലേത് എന്നുള്ളൊരു അഭിപ്രായമാണ് ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഈ സാൻസ്ക്രിറ്റൈസേഷൻ കാര്യമായിട്ട് ഭാഷാതലത്തിൽ അല്ലെങ്കിൽ വ്യവഹാര തലത്തിൽ സംഭവിച്ചിട്ടില്ലാത്തൊരു സമൂഹത്തിന്റെ സാമൂഹ്യ പരിസരത്തിനകത്തുനിന്ന് ഉണ്ടായൊരു കൃതി എന്ന അർത്ഥത്തിലാണ് ഇളംകുളം ആ രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് രാമചരിതത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. രാമചരിതവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില റിവ്യൂ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് ഓടിച്ചൊന്ന് പോവാം. വടക്കൻ കേരളീയനാണ് രാമചരിതകാരൻ എന്ന് വാദിച്ചത് ആരാണ് എന്നുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയാവുന്നതാണ്. അല്ലെ, ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ. ബാലകൃഷ്ണൻ നായരാണ് ആ ഒരു ആർഗ്യുമെന്റ് ആദ്യമായി കൊണ്ടുവന്നത് എന്ന് ഞാൻ പറയണ്ടായി. ശ്രീ വീരരാമവർമ്മയാണ് രാമചരിതത്തിന്റെ കർത്താവ് എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയാം, ഉള്ളൂരാണ്. രാമചരിതത്തിൽ എത്ര പടലങ്ങളുണ്ട് എന്ന് പറയുന്ന ചോദ്യം വളരെ പ്ലെയിൻ ആയ ചോദ്യമാണ്. നിങ്ങൾക്ക് എത്ര പടലങ്ങൾ, എത്ര പാട്ടുകൾ എന്നുള്ളത് തെറ്റരുത്, അല്ലെ, ഓർമ്മയുണ്ടാവണം. രാമചരിതത്തെ കുറിച്ച് വിശദമായ ഗവേഷണ പഠനം നടത്തിയവരുടെ ശരിയായ ഗണം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇളംകുളം കുഞ്ഞമ്പിള്ള, ആറ്റൂർ കൃഷ്ണ പിഷാരടി, പുതുശ്ശേരി രാമചന്ദ്രൻ, കെ രാമചന്ദ്രൻ നായർ, ഇളംകുളം കുഞ്ഞമ്പിള്ള, എം പി ശങ്കുണ്ണി നായർ, ഉണ്ണിക്കിടാവ്, പി വി കൃഷ്ണൻ നായർ, കെ എം ജോർജ്, ഉണ്ണിക്കിടാവ്, പുതുശ്ശേരി രാമചന്ദ്രൻ, പി വി കൃഷ്ണൻ നായർ, കെ എം ജോർജ്, എം എം പുരുഷോത്തമൻ, അല്ലെ, പി വി കൃഷ്ണൻ നായർ, നടുവട്ടം ഗോപാലകൃഷ്ണൻ. ഇതാണെന്ന് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ശരിയായ ഉത്തരം. ശരിയാണ്, അവരാണ് രാമചരിതത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഗവേഷണ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. രാമചരിതത്തെ കുറിച്ചുള്ള ആദ്യ ഗവേഷണ പ്രബന്ധം ആരുടേതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ്. രാമചരിതം ആൻഡ് ദ സ്റ്റഡി ഓഫ് ഏർലി മലയാളം, അല്ലെ, രാമചരിതവും പ്രാചീന മലയാളവും എന്ന് പറയുന്ന പല പഠനവും എന്നുള്ള അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധം. ഓക്കെ, രാമചരിതത്തെ ആദ്യമായി പണ്ഡിത ശ്രദ്ധയിലേക്ക് എത്തിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് ധർമ്മൻ ഗുണ്ടത്താണ് രാമചരിതത്തെ ഇതിനെ കുറച്ച് ഭാഗം എടുക്കുകയും, അല്ലെ, രാമചരിതം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കൃതിയാണ് എന്ന് പറയുകയും ചെയ്തു. ഓക്കെ, രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്നത് ആരുടെ കൃതിയാണ് എന്നുള്ളതാണ്. രാമചരിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ ലിസ്റ്റും നോട്ടിന്റെ ഭാഗമായിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്ന കൃതി ആരുടേതാണ് എന്നുള്ളതാണ്. കൃഷ്ണൻ നായരാണ് ശരിയായ ഉത്തരം. ഓക്കെ, ചോദ്യം കൂടെ നോക്കാം. അല്ലെ, രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്ന കൃതി രചിച്ചത് ആര് എന്നുള്ളതാണ്. അല്ലെ, രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്ന് പറയുന്ന ഒരു കൃതി എം എം പുരുഷോത്തമൻ നായർ. എം എം പുരുഷോത്തമൻ നായർ സാർ ആണ് അതിന്റെ ശരിയായ ഉത്തരം. നമ്മുടെ കോഴിക്കോട് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു പുരുഷോത്തമൻ നായർ സാറിനെ നമ്മൾ വേറെ ഈ പ്രാചീന സാഹിത്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നിരന്തരമായി പറയുന്ന ഒരു പേര് കൂടിയാണ്. അല്ലെ, ഏത് കൃതിയാണെന്ന് നമുക്കറിയാം. പുരുഷോത്തമൻ സാറുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട കൃതി, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ പറയും. മലയാളത്തിന്റെ ചോസർ എന്ന് രാമചരിതകാരനെ വിശേഷിപ്പിച്ചത് ആര് എന്നാണ്? ഉള്ളൂരാണ് മലയാളത്തിന്റെ ചോസർ എന്ന് രാമചരിതകാരനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇതും രാമചരിതവുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണോ എന്ന് തോന്നാം. പക്ഷെ രാമചരിതം ഒരു ഓപ്ഷൻ ആയിട്ട് വന്നിട്ടില്ല. സ്വാഭാവികമായും നമ്മൾ രാമചരിതം തൊട്ടടുത്ത കൃതിയിലേക്ക് പോകുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഒരു ചോദ്യം ആണ്, ഒരു പൈലറ്റ് ചോദ്യം എന്നതിൽ പാട്ടിന് ലീലാതിലകാരൻ നൽകുന്ന നിർവചനം പൂർണ്ണമായി പിന്തുടരുന്ന കൃതി ഏത് എന്നുള്ളതാണ് ചോദ്യം. പയ്യന്നൂർ പാട്ട്, ഭാരതമാല, രാമകഥാപ്പാട്ട്, തിരുനെൽമാലയാണ് ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പിൽക്കാലത്ത് കണ്ടുപിടിച്ച തിരുനെൽമാല നമ്മുടെ സാഹിത്യ ചരിത്രങ്ങളിൽ ഒരു പ്രധാന സ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന് നമുക്കറിയാം. അല്ലെ, നേരത്തെ സാറിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി.
എം പുരുഷോത്തമൻ നായർ സാറാണ് 1981 ഈ തിരുനെൽമാല എന്ന് പറയുന്ന ഒരു കൃതി അദ്ദേഹം കണ്ടെത്തിയത്, അല്ലെ. വെള്ളൂരുള്ള ചാമക്കാവ് ദേവസ്വത്തിൽ നിന്ന് ഇതിനകത്ത് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് കണ്ടെത്തിയത്. അതുപോലെ 539 ഈരടികളും, അല്ലെ, 97 പാട്ടുകളും ആണ് അതിനകത്തുള്ളത്, അല്ലെ. അപ്പോൾ അദ്ദേഹം അതിനകത്ത് നടത്തുന്ന കുറെ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതിനകത്താണ് ആദ്യത്തെ ഒരു ഫോക്ക് കവി തിരുനെൽമാല എഴുതിയ ഗോവിന്ദനാണ്. ഗോവിന്ദൻ എന്ന് പറയുന്ന ഇതിന്റെ റൈറ്റ് ഓതർ എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെ. തിരുനിഴൽ ചൊല്ല് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന കലയെ ആസ്പദമാക്കിയിട്ടാണ് കൃതി രചിച്ചതെന്നും അത് തിരുവാറന്മുള അപ്പന്, അല്ലെ, കഥയൊക്കെ നിങ്ങൾക്കറിയാം. ആറന്മുള ക്ഷേത്രത്തില് ശ്രീകൃഷ്ണന് മലയർ നൽകുന്ന ബലിയാണ് അതില് പ്രതിപാദ്യം എന്നുള്ളതും, അല്ലെ. അത് ഒരു മന്ത്രവാദ പാട്ടാണ് എന്നും അദ്ദേഹം പി വി വേലായുധൻ പിള്ളയാണ് അതൊരു മന്ത്രവാദ പാട്ടാണെന്നും. അപ്പൊ തിരുനെൽമാലയെ ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഓക്കെ. ആറന്മുള ക്ഷേത്രത്തിലെ ഭഗവാന്റെ പിണിയൊഴിപ്പിക്കാൻ, അപ്പൊ പിണിയൊഴിപ്പിക്കുക അല്ലെങ്കിൽ ദോഷമൊഴിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഒരു മന്ത്രവാദ പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് അനുഷ്ഠാന ക്രിയകളാണ്, അത് നടത്തുന്നതിന്റെ അനുഷ്ഠാന ക്രിയകളാണ് ഘട്ടം ഘട്ടമായിട്ട് അതിനകത്ത് വിശദീകരിക്കുന്നത്. പല ചേരികളായിട്ട് അതിനകത്ത് നൽകിയിരുന്നത്. ഏറ്റവും വലിയ ചേരിയായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ചേരിയായിട്ട് കവിതയിൽ കാണുന്ന അയിരൂർ ചേരിയെ കുറിച്ചാണ്. അതുകൊണ്ട് അയിരൂർ ചേരിക്കാരനായ ഒരു ഗോവിന്ദനാകാം എന്നും, അല്ലെ, പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ത്രൈവർണികനാകാം എന്നാണ് ഊഹിക്കപ്പെടുന്നത്. അതിന്റെ രചനാകാലം എന്ന് പറയുന്നത് 12th സെഞ്ചുറിക്കും 13th സെഞ്ചുറിക്കും ഇടയിലാണ് എന്നാണ് അദ്ദേഹം ഒരു 4 യുക്തികൾ വെച്ചുകൊണ്ട് ഈ കമ്പരാമായണത്തിനകത്ത്, കമ്പരാമായണത്തിന്റെ 12ാം നൂറ്റാണ്ടിന് ശേഷമാണ് കമ്പരാമായണത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത്. അപ്പൊ കമ്പരാമായണത്തിന്റെ വലിയ സ്വാധീനം അതിനകത്ത് കാണാമെന്നും, അതുപോലെ തന്നെ ഈ തെക്കുംകൂറ് വടക്കുംകൂറ് എന്ന് പറയുന്ന ഈ പറഞ്ഞ വെൺപല നാട് രണ്ടായി തീർന്നതിന് ശേഷമാണ് ഈ തിരുനെൽമാല. അതിനെക്കുറിച്ചുള്ള പരാമർശം അവിടെ ധാരാളം ചരിത്ര പരാമർശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പരാമർശം എന്ന് പറയുന്നത് ഈ പന്നിയൂർ ചുകുവരം ഗ്രാമങ്ങൾ തമ്മിലുള്ള ശത്രുതയും പോലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മാമാങ്കത്തെ കുറിച്ചിട്ടുള്ള പരാമർശം, അല്ലെ, മാമാങ്കവുമായി ബന്ധപ്പെട്ട പരാമർശം അതിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഈ വെള്ളുവക്കോനാതിരിക്ക് മേൽക്കൈ ഉണ്ടായിരുന്നൊരു സമയത്ത് എഴുതപ്പെട്ട ഒരു കൃതിയാണെന്നുണ്ട്. അങ്ങനെ ചില സൂചനകൾ, കവിതയ്ക്കകത്തുള്ള ചില സൂചനകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കാലഗണന നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് ഈ കാലഗണന നടത്തുന്നതിന് അദ്ദേഹത്തെ മുന്നോട്ട് വെച്ചുള്ള യുക്തി എന്തെന്നുള്ള ചോദ്യം വരാം എന്നുള്ളതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ സ്ലൈഡിനകത്ത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, ചോദ്യങ്ങളിലേക്ക് വരാം. തിരുനെൽമാലയെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആര് എന്നുള്ള ചോദ്യം സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്ലെയിൻ ആയ ഒരു ചോദ്യമാണ്, അല്ലെ. ഉത്തരം നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെ. എം പുരുഷോത്തമൻ നായർ സാറാണ്. തിരുനെൽമാലയിലെ വിരുദ്ധ രൂപത്തിലുള്ള ഭാഗങ്ങൾ തമിഴിനോടും മറ്റു പാട്ടുകൾ സമകാലിക സംഭാഷണ ശൈലിയോടും അടുത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ്. എം പുരുഷോത്തമൻ നായർ, എം ലീലാവതി, NR ഗോപിനാഥപിള്ള, നടുവട്ടം ഗോപാലകൃഷ്ണൻ. അറിയാവോ? അതിനകത്ത് വിരുദ്ധം എന്ന് പറയുന്നത് വളരെ സാമ്പ്രദായികമായിട്ടുള്ള ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമായി അതിന് തമിഴുമായിട്ടാണ് ബന്ധം. മറ്റതെല്ലാം നമ്മുടെ ഒരു സാമാന്യ ജീവിതവുമായിട്ടും അതിന്റെ ഭാഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു അവിയ സ്വഭാവം അതിന്റെ ഭാഷയ്ക്കുണ്ട് എന്ന് പറഞ്ഞത് ആര് എന്നാണ് ചോദ്യം. തിരുനെൽമാലയെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഴയ മറ്റേ സാഹിത്യ ചരിത്രകാരന്മാരുടെ പേരുകളൊക്കെ നമുക്ക് ആദ്യമേ അന്ന് ഒഴിവാക്കാം. കാരണം അതൊക്കെ പിന്നീടാണല്ലോ ആ കൃതി കണ്ടെടുക്കുന്നത്, അല്ലെ. ഇപ്പൊ തിരുനെൽമാലയെ എവിടെയെങ്കിലുമൊക്കെ പരാമർശിച്ചിട്ടുള്ള ആളുകളെ, അല്ലെ, ഒന്നുകിൽ തിരുനെൽമാലയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കണം, അല്ലെങ്കിൽ സാഹിത്യ ചരിത്രകാരന്മാരായിരിക്കണം പ്രധാനമായിട്ടിനകത്ത് പറഞ്ഞിരിക്കുക, അല്ലെ. അപ്പൊ ആ അർത്ഥത്തിൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എം ലീലാവതിയാണ്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം. ഭാരതഖണ്ഡത്തിലെ 18 നാടുകളുടെയും പേരുകൾ പറഞ്ഞു കാണുന്ന മലയാള കൃതി എന്നുള്ളതാണ്. രാമചരിതം, ജ്ഞാനപ്പാന, ഭാരതമാല, തിരുനെൽമാല, അല്ലെ. ഈ കോണ്ടക്സിലായതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് തിരുനെൽമാല എന്ന് ഉത്തരം പറയാൻ പറ്റും. അല്ലാതെ ആകുമ്പോൾ ആ ചോദ്യം പെട്ടെന്ന് നമ്മൾ ജ്ഞാനപ്പാന പോലുള്ള ഉത്തരങ്ങളിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ഭാരതമാല പോലുള്ള ഉത്തരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തിരുനെൽമാലയാണ് അതിന്റെ ശരിയായ ഉത്തരം. ഓക്കെ, താഴെ കാണുന്നവയിൽ തിരുനെൽമാലയിൽ പരാമർശിക്കാത്തത് എന്ത് എന്നാണ്. ഏറ്റവും കൂടുതൽ ഈ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കാണുന്ന ഒരു കൃതിയാണ് തിരുനെൽമാല. നമുക്കറിയാം പ്രാചീന സാഹിത്യത്തിൽ ഇത്രയേറെ ചരിത്ര പരാമർശങ്ങൾ, ചരിത്ര വസ്തുതകൾ ഉള്ള കൃതി വേറെ ഇല്ല തന്നെ പറയാം. അതിനകത്തുള്ള ചില വസ്തുതകളാണ്, അല്ലെ. മാമാങ്കത്തെ പറ്റി, കൊടുങ്ങല്ലൂരിനെ പറ്റി, പന്നിയൂർ ശുഗപുരം ഗ്രാമങ്ങളെ പറ്റി, അനന്തപത്മനാഭനെ പറ്റി. ഇതിൽ പരാമർശമില്ലാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം. അറിയാവോ? അനന്തപത്മനാഭനെ പറ്റി. അനന്തപത്മനാഭനെ പറ്റി അതിന്റെ ഒരു ലൊക്കാലിറ്റിയും മറ്റൊക്കെ ആലോചിച്ചാൽ നിങ്ങൾക്ക് അത് മറുപടി പറയാൻ പറ്റും, അല്ലെ. അനന്തപത്മനാഭനെ പറ്റി പരാമർശം ഇല്ല.
കേരളോൽപ്പത്തിയെ കുറിച്ച് പരാമർശം കാണുന്ന മലയാള കൃതി എന്ന് പറയുന്ന ചോദ്യമാണ്. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഈ കോണ്ടക്സ്റ്റിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരുനിഴൽ മാല എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും, അല്ലെ? അപ്പോ ഈ ഒരു കേരളം എന്ന് പറയുന്ന ഒരു ദേശത്തെ സംബന്ധിച്ച് കേരളക്കോൻ രാജ്യം ഭരിക്കിയാൽ കേരളം എന്ന പേരുണ്ടായി എന്ന രീതിയിൽ കേരളോൽപ്പത്തിയെ സംബന്ധിച്ച് ഈ അയോധ്യയിൽ നിന്ന് വന്ന പഞ്ചകന്യകമാർക്കുണ്ടായ സന്താനങ്ങളിൽ ഏറ്റവും പ്രശസ്തനായ കേരളക്കോനാണ് ഈ രാജ്യം ഭരിക്കുന്നത് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ അവിടെ തിരുനെൽവേലിയിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, തിരുനെൽവേലിയിൽ നിന്ന് നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോവാം. രാമകഥാപാട്ട് എന്ന് പറയുന്ന നാടോടി ഇതിഹാസ കാവ്യം എന്നൊക്കെ വിളിക്കപ്പെടുന്ന രാമകഥാപാട്ടാണ്, അല്ലെ? അതിന് രാമകഥാപാട്ടിനെ കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതിന് ഭാഷാപരിമളം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം തിരിച്ചും ചോദിക്കാറുണ്ട്. ആ വ്യാഖ്യാനം രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? എല്ലാവർക്കും ഡോക്ടർ പി.കെ. അതെ, പി.കെ. നാരായണപിള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷണങ്ങൾ ഒന്ന് ഈ രാമകഥാപാട്ടിനെ കുറിച്ചുള്ളതാണ്. 2 ഭാഗങ്ങളായിട്ട് അദ്ദേഹം ഈ രാമകഥാപാട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെ? ഭാഷാപരിമളം എന്നാണ് ഒരു വ്യാഖ്യാനത്തോടു കൂടിയാണ് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഈ രാമകഥാപാട്ടിന് പി.കെ. നാരായണപിള്ളയുടെ വ്യാഖ്യാനത്തിന്റെ പേര് എന്നുള്ള ചോദ്യവും വരാം. അത് ഒരു പ്രാചീന ജനകീയ കാവ്യം, മഹാകാവ്യം എന്ന രീതിയിൽ രാമായണ കഥ പൂർണ്ണമായി ആദ്യമായി ആവിഷ്കരിക്കപ്പെട്ട കൃതി എന്ന പദവി, ഞാൻ ഇറ്റാലിക്സിലാണ് അദ്ദേഹം പറഞ്ഞിട്ട് സംഗതി എടുത്തിരിക്കുന്നത്. എന്നാൽ കണ്ണശ രാമായണത്തിൽ അങ്ങനെ പരാമർശം അങ്ങനെ ഉണ്ട് എന്നുള്ള വാദമൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്തരം ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്, അല്ലെ? അയ്യപ്പിള്ള ആശാൻ എന്ന് പറയുന്ന അവ്വാട് തുറ, അല്ലെ, കോവളം ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് അവ്വാട് തുറ എന്ന് തുറയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആ അർത്ഥത്തിലുള്ള ഒരു മാർജിനൽ സ്പേസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കീഴാള സ്പേസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കൃതിയാണ് രാമകഥാപാട്ട് എന്നത്. അതിന്റെ ഭാഷാപരമായ സവിശേഷതകളൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, അല്ലെ? കളഞ്ഞു കിട്ടിയ നിധി എന്ന് രാമകഥാപാട്ടിനെ ആരാണ് വിശേഷിപ്പിച്ചത് എന്നുള്ളത് ഭാഷാപരിമളം എന്നുള്ള വ്യാഖ്യാനത്തെ കുറിച്ച് പറഞ്ഞു, അല്ലെ? ഒരു ബൃഹത്തായ ഒരു കാവ്യമാണ്, അല്ലെ? 250 വൃത്തങ്ങൾ, അല്ലെങ്കിൽ ആ വൃത്തങ്ങളിലായിട്ട് 3163 പാട്ടുകൾ ഉണ്ട് എന്നുള്ളത്. വിരുത്തം പാട്ട് എന്നുള്ള ഘടനയിലാണ് അതിന്റെ സംവിധാനം എന്നുള്ള കാര്യം അറിയാം, അല്ലെ? ഈ പറയുന്നത് പോലെ വാൽമീകി രാമായണമാണ്, അധ്യാത്മ രാമായണത്തിന് പകരം വാൽമീകി രാമായണം ആദ്യകാല രാമായണങ്ങളൊക്കെ പിന്തുടരുന്നതെന്ന് നമുക്കറിയാം, അല്ലെ? എന്നാൽ കമ്പരാമായണത്തിന്റെ സ്വാധീനം ഈ പറയുന്ന 12ാം നൂറ്റാണ്ടോടുകൂടെ ദക്ഷിണേന്ത്യയിൽ ഉടനീളം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ കമ്പരാമായണത്തിനുള്ള എലമെന്റ്സ് പാട്ടിലേക്ക് ഈ പറഞ്ഞതുപോലെ സ്വാംശീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്താണ് ഈ പാതാള രാവണ കഥ അങ്ങനെയാണ് സ്വാംശീകരിക്കപ്പെട്ടത് എന്ന് ഓർമ്മയുണ്ടാവണം. ഓക്കെ, രാമകഥാപാട്ടിന്റെ കാലത്തെ സംബന്ധിച്ച് ഉള്ള ചില അനുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെ? കണ്ണശന് പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ കാലം എന്നും 7ാം നൂറ്റാണ്ടെന്ന് ഉള്ളൂർ പറയുന്നുണ്ട്, അല്ലെ? ഭാരതം പാട്ട് എന്ന് പറയുന്ന മറ്റൊരു കൃതിയുണ്ട്, അതും ഈ കോവളം കവികളുടെ ഒരു പ്രൊഡക്റ്റാണ്. അതിന്റെ അയ്യനപ്പിള്ള ആശാൻ എന്ന് പറയുന്നയാള് ഇദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 14ാം നൂറ്റാണ്ടിന്റെ അവസാനം ആകാം ഇതിന്റെ ഒരു കാലം എന്നാണ് പൊതുവെ ഒരു അഭിപ്രായം വന്നിട്ടുള്ളത്. വളരെ പിറകിലേക്ക് അതിന്റെ കാലം കൊണ്ടുപോയ ആളുകളും ഉണ്ട്, പക്ഷെ അതിനകത്ത് കാര്യമായ വസ്തുത ഉണ്ടാവണമെന്നില്ല. പൊതുവെ ഉള്ളൂരിന്റെ അഭിപ്രായത്തോടാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും വിശദമായി പഠനം നടത്തിയിട്ടുള്ള പി.കെ. നാരായണപിള്ള പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു തെക്കൻ കേരളത്തിലെ തെക്കൻ തിരുവിതാംകൂർ പ്രദേശത്ത് നിന്നുണ്ടായ ഒരു കൃതി കൂടിയാണ് എന്നുള്ളതും ഓർമ്മയുണ്ടാവും. ഓക്കെ, രാമകഥാപാട്ടിലെ ഭാഷ സ്വാഭാവികമായിട്ടും അപ്പോൾ അതൊരു തരം മിശ്ര ഭാഷയായിട്ട്, കലർപ്പുള്ള ഒരു ഭാഷയായിട്ട്, ഒരു ബോർഡർ ലാംഗ്വേജ് ആയിട്ട് പറയാം. അത് തമിഴിന് വലിയ സ്വാധീനം അതിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ രാമകഥാപാട്ടിനെ കുറിച്ചുള്ള ഭാഷാപരമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം, അത് പ്രയോഗം മുഴുവൻ തമിഴ് അനുസരിച്ചാണ് എന്നും എന്നാൽ അത് ശുദ്ധ തമിഴല്ല. തമിഴിൽ കാണാത്ത ഒരുപാട് വർണ്ണവികാരങ്ങൾ ഇവിടെയുണ്ട്. സംസ്കൃത പദങ്ങളുടെ തത്സമങ്ങളായി ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ട് ആർ നാരായണ പണിക്കരെ ഒരു തമിഴ് കൃതിയല്ല എന്നാണ് പറയുന്നത്. മലയാളം എന്ന് വെച്ചാൽ ഇവിടെയുള്ള മലയാളം തമിഴ് ബോർഡർ പ്രദേശത്തുള്ള മലയാളം ഭാഷയുടെ കൃതിയാണ് എന്ന് തന്നെയാണ്. എന്നാൽ ഉള്ളൂരിന് അതിന്റെ ഒരു ഭാഷയെ സംബന്ധിച്ച് അങ്ങനെ വലിയ മമതയൊന്നുമില്ല. മലയാളം തമിഴിലാണ് അദ്ദേഹം അത് എഴുതിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് തമിഴ് അവകാശപ്പെട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. രാമചരിത്രത്തിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് രാമകഥാ പാട്ടിനെ കുറിച്ച് അദ്ദേഹത്തിനുള്ളത്. എന്തായാലും തെക്കൻ തിരുവിതാംകൂറിലെ ഒരു നാടോടി തമിഴിലാണ് ഇത് ഉണ്ടായത് എന്ന് പറയുന്ന ഒരു കെ.എം. ജോർജിന്റെ വാദമാണ് കുറെ കൂടെ ശരിയായൊരു വാദം എന്ന് തോന്നുന്നത്. മിശ്രഭാഷാവാദം പോലുള്ള വാദങ്ങളുണ്ടാവും. ഇത് ഒരു ബൈലിംഗ്വൽ ഏരിയയിൽ ഉണ്ടായിട്ടുള്ള ഒരു സങ്കര ഭാഷയാണ് രാമകഥാപാട്ടിൽ കാണുന്നത് എന്ന് പറയുന്ന അഭിപ്രായമുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാൽ അതോടൊപ്പം തന്നെ സംസ്കൃതത്തിന്റെ വലിയൊരു സാൻസ്ക്രിറ്റൈസേഷൻ പ്രോസസ്സ് വലിയ രീതിയിൽ നടന്ന ഒരു ഘട്ടം കൂടിയാണത് എന്നുള്ളതും
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാമകഥാപാട്ടിന്റെ ഭാഷയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചില റിവ്യൂ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഈ കൃതി തമിഴിന് കൊടുത്താലും വലിയ നഷ്ടമില്ല എന്ന് രാമകഥാപാട്ടിനെ പറ്റി പറഞ്ഞതാര് എന്നുള്ളതാണ് ചോദ്യം. ഇത്ര അറിയാവോ? ഓക്കെ, ഉള്ളൂരാണ് അങ്ങനെ സാഹിത്യചരിത്രത്തിൽ, കേരള സാഹിത്യചരിത്രത്തിൽ അദ്ദേഹം അങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാരണം മലയാളം തമിഴിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്ന അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് പിന്നീടുള്ളവർ അങ്ങനെയല്ല എന്ന് പറഞ്ഞൊരു വാദം കൊണ്ടുവരുന്നത്. ഓക്കെ, അയ്യപ്പിള്ള ആശാനും സഹോദരൻ അയ്യനിപ്പിള്ള ആശാനും അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് അല്ലെ. നിരണം കവികൾ, കോവളം കവികൾ, കിളിപ്പാട്ട് കവികൾ, പാനക്കവികൾ അല്ലെ. പ്ലെയിൻ ആയൊരു ചോദ്യമാണ്. ഒരു ലൊക്കാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ് അല്ലെ. കോവളം തകത്താണ് ഈ തുറയുള്ളത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഓക്കെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആലപിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഒരു കാവ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അതും നമുക്കറിയാം അല്ലെ. ഈ പറയുന്ന അമ്പിളി വളയം എന്ന് ചില പിൽക്കാലത്ത് ചില കൃതികളിൽ പരാമർശമുള്ള ചന്ദ്രവളയം കുട്ടിപ്പാടുന്ന ഒരു പാട്ടാണ് ഈ രാമകഥാപാട്ട് എന്ന് പറയുന്ന ഒരു റിച്വലിസ്റ്റിക് സോങ് ആണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം ഉണ്ട് നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് രാമകഥാപാട്ടാണ് കറക്റ്റ് ആൻസർ. രാമായണ കഥ മലയാളത്തിൽ ആദ്യമായി സമ്പൂർണ്ണമായി അവതരിപ്പിക്കപ്പെട്ടത് ഏതിൽ നിന്നാണ്? അപ്പൊ അതിനകത്ത് രാമായണം ചെമ്പു, രാമകഥാപാട്ട്, കണ്ണശരാമായണം, അധ്യാത്മരാമായണം എന്ന് പറയുന്ന ചോയ്സസ് ആണ് ഉള്ളത് അല്ലെ. അതിനകത്ത് അങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ അത് രാമകഥാപാട്ട് എന്ന് പറയുന്ന ഉത്തരം തന്നെ എഴുതുക. ഓക്കെ, രാമകഥാപാട്ടിനെ പറ്റിയുള്ള ഏറ്റവും പഴക്കം ചെന്ന സൂചന കാണുന്നത് ആരിലാണ് എന്നുള്ളതാണ്. രാമകഥാപാട്ട് പിന്നീട് വലിയ രീതിയിൽ കൊണ്ടുവരുന്ന പി കെ നാരായണപിള്ളയാണ് നമുക്കറിയാം അല്ലെ. പക്ഷെ രാമകഥാപാട്ടിനെ പറ്റിയുള്ള സൂചന കാണുന്നത് ആരിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത്ര അറിയാവർക്കെങ്കിലും ഓക്കെ. അതിനകത്ത് നമ്മൾ വിചാരിക്കാത്തൊരു ഉത്തരം എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരാണെന്നാണ്. അദ്ദേഹത്തിന്റെ വരികളിൽ രാമകഥാപാട്ടിനുള്ള സൂചനയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു ചോദ്യം, കുഴക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ആണെങ്കിൽ അത്തരം ഒരു ചോദ്യം ഒന്ന് നോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, കണ്ണശരാമായണം കൂടെ നമുക്ക് ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു പോവാം. കണ്ണശരാമായണം കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആറ്റൂർ കൃഷ്ണ പിഷാരോടി, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, പുതുശ്ശേരി രാമചന്ദ്രൻ, ശിവനാട് കുഞ്ഞൻപിള്ള. ഇത്ര അറിയാവോ? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. പെട്ടെന്ന് നിങ്ങൾ പുതുശ്ശേരി രാമചന്ദ്രൻ എന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഇടയുണ്ട്. അദ്ദേഹമാണ് അത് കണ്ടെടുത്ത് ഭാഷാഭൂഷണിയിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മയുണ്ടാവണം. ഓക്കെ, എന്നാൽ കണ്ണശരാമായണത്തെ കുറിച്ച് വലിയ ഗവേഷണം നടത്തുകയും അല്ലെ അതിനെ കച്ചിക്കുറിക്കിയ രാമായണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തത് പുതുശ്ശേരി രാമചന്ദ്രനാണെന്ന് അറിയാം. അപ്പൊ നിരണം കവികൾ എന്നോ കണ്ണശന്മാർ എന്നോ വിളിക്കപ്പെടുന്ന മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട പക്ഷെ എഴുത്തച്ഛന് മുമ്പ് തന്നെ ഉള്ള കാവ്യഭംഗിയിൽ പലപ്പോഴും എഴുത്തച്ഛനെ പോലും മറികടക്കുന്ന തരത്തിലുള്ള അതോടൊപ്പം തന്നെ ഭക്തിയുമായി ബന്ധപ്പെടുത്തിയായാലും അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കണ്ണശന്മാർക്കുണ്ട് എന്നറിയാം. പൊതുവായിട്ട് കണ്ണശന്മാർ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലുള്ള ആളുകളാണ്, ഒരു പ്രദേശത്തുള്ള ആളുകളാണെന്നൊക്കെയുള്ള വലിയ തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ ഇത് നമ്മുടെ സാഹിത്യ ചരിത്രത്തിന്റെ വിജ്ഞാനീയത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയെടുത്തൊരു നിർമ്മിതിയാണ് കണ്ണശന്മാർ അല്ലെങ്കിൽ നിരണം കവികൾ എന്ന് പറയുന്നത്. ഒരു വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളാണെന്നും അല്ലെ പല കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അതിന്റെ കവിതയുടെ ചില സ്വഭാവം ചേർത്തുകൊണ്ടാണ് അവർ 3 പേരും ചേർത്ത് ഈ ആളുകളെ 3ആയി പിടിക്കുക എന്ന് പറയുന്നത്. 3 അല്ല 4 പേരുടെ പേര് അതിനകത്ത് സൂചനയുണ്ട്. ഒരാളുടെ പേരിലുള്ള കൃതികളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ എന്തായാലും മണിപ്രവാളത്തിന്റെ ഒരു ബദലായിക്കൊണ്ട് ഈ പറയുന്ന ഭക്തി മൂവ്മെന്റിനകത്തുള്ള ഒരു വലിയ എന്താ പറയാ ഭക്തി വേലിയേറ്റത്തിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്, പ്രധാനപ്പെട്ട വർക്കുകളായിട്ടാണ് കണ്ണശന്മാരുടെ വർക്കുകൾ അല്ലെ. ഇന്ത്യൻ പുരാണ ഇതിഹാസങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു വലിയ എന്താ പറയുക ഷോക്കേസിംഗ് ആണ് അവരുടെ വിവർത്തനങ്ങളിലൂടെ നടന്നിട്ടുള്ളത്. വിപുലമായ ഷോക്കേസിംഗ് ആണ് നടന്നിട്ടുള്ളതെന്ന് അറിയാം. ഭാരതമായാലും ഭാഗവതമായാലും രാമായണമായാലും ഗീത പോലുള്ള എല്ലാ കൃതികളെയും അതിന്റെ ആഴത്തിൽ അതോടൊപ്പം തന്നെ അതിന്റെ ഈ പറയുന്ന ഭക്തി എന്ന് പറയുന്നതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവതരിപ്പിക്കുകയാണ് അവർ ചെയ്തത് എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു അവരുടേത് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പോൾ ഈ മണിപ്രവാളത്തിന്റെ ആ സാംസ്കാരിക ജീർണതയ്ക്കെതിരായ ഒരു പ്രതിരോധമായിട്ട് അതിനെ കാണുന്ന ആളുകളും ഉണ്ട്. ഇപ്പൊ ഭക്തി സാഹിത്യത്തിന് ഉപജ്ഞാതാക്കളായി കാണുന്ന ആളുകളുണ്ട് അല്ലെ. പ്രധാനമായിട്ടും ശങ്കരപ്പണിക്കരും മാധവപ്പണിക്കരും രാമപ്പണിക്കരുമാണ് പ്രധാനപ്പെട്ട ആളുകൾ എന്നറിയാം അല്ലെ. പ്രധാനപ്പെട്ട കൃതികളായി നമ്മൾ പറയുന്നത് ഭാഷാ ഭഗവത്ഗീതയും ഭാരതമാലയും കണ്ണശരാമായണവുമാണ് എന്നറിയാം അല്ലെ. അതിനകത്ത് ഏറ്റവും ലേറ്ററായിട്ട് ഉള്ള പീരീഡിലുള്ള രാമപ്പണിക്കരുടെ കൃതിയാണ് കണ്ണശരാമായണം എന്ന് പറയുന്നത്. രാമപ്പണിക്കരുടെ അമ്മാവന്മാരായിരുന്നു
രണ്ടുപേരും ആദ്യത്തെ കൃതി എന്ന് പറഞ്ഞ ഭഗവത്ഗീതയാവാം എന്നാണ് വിചാരിക്കുന്നത് അല്ലെ. ഒരു 14 നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 15-ാം നൂറ്റാണ്ട് തുടക്കത്തിലൊക്കെ ആയിട്ടാണ് അവരുടെ ഒരു കാലമായിട്ടൊക്കെ പൊതുവായിട്ട് പറയുന്നത് എന്ന് പറയുമ്പോൾ 15-ാം നൂറ്റാണ്ടില് ഒരു പാട്ട് പ്രസ്ഥാനത്തിന്റെ പ്രാതിനിധ്യം അവകാശപ്പെടുന്ന ഒരു എന്താ പറയാ പാട്ട് കൃതികളുടെ ഒരു സമൂഹത്തെയാണ് പൊതുവായിട്ട് നമ്മൾ നിരണം കവിത അല്ലെങ്കിൽ കണ്ണശ കവിത എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, പ്രധാനമായും ഈ 3 പേരാണ് രാമപ്പണിക്കരും ശങ്കരപ്പണിക്കരും മാധവനും അല്ലെ. നിരണം കൃതികളിൽ ഏറ്റവും ശ്രദ്ധേയനാണ് രാമപ്പണിക്കർ എന്നറിയാം അല്ലെ. അപ്പൊ അത് കാവ്യഗുണം കൊണ്ട് രാമായണത്തെ പോലും അതിശയിപ്പിക്കുന്നുണ്ട് കണ്ണശ രാമായണം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് എന്നുള്ള ചോദ്യമാണ്. മാർനാരായണ പണിക്കരാണ് അല്ലെ. അതുപോലെ ആദ്യന്തം അമൃതമയമാണ് കണ്ണശ രാമായണം എന്ന് പറയുന്ന അഭിപ്രായം ഉള്ളൂരിൻ്റെതായിട്ടുണ്ട്. കാച്ചിക്കുറുക്കി ഞാൻ നേരത്തെ പറഞ്ഞു. വാൽമീകി രാമായണം എന്ന് പുതുശ്ശേരി രാമൻ പറയുന്നതിന് ഡൗൺ സൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന് പോലും ഉപജീവനായിരുന്നു എന്നാണ് സാഹിത്യ പഞ്ചാനൻ പറയുന്നത്. എഴുത്തച്ഛന് ചില വരികളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് അതെങ്ങനെയാണ് കണ്ണശ രാമായണത്തിന്റെ സ്വാധീനം അതിനകത്ത് എങ്ങനെയാണ് ഉള്ളത് എന്ന് പല ആളുകളും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരാൾ ശങ്കരപ്പണിക്കരാണ്. നിരണം കൃതികളിലെ ഏറ്റവും പഴക്കമേറിയ കൃതിയുടെ നേരത്തെ ഒന്ന് മാറി പറഞ്ഞു തോന്നുന്നു ഭാരതമാലയുടെ കർത്താവാണ് അല്ലെ. വെള്ളാങ്ങല്ലൂർ ശങ്കരൻ എന്ന് പറയുന്ന ആളാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. ഈ പറയുന്ന എഴുത്തച്ഛന്റെ പിൽക്കാലത്തുള്ള മഹാഭാരതത്തിന് ആവശ്യമായ ഒരു സ്കെച്ചും ഡിസൈനും കൊടുക്കുകയായിരുന്നു ഈ ഭാരതമാലയിൽ ചെയ്തത് എന്നുള്ള ആറ്റുവരുടെ അഭിപ്രായം, എൻ കൃഷ്ണപിള്ളയുടെ അഭിപ്രായം ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് അത്ര ശ്രദ്ധയിൽ വരാത്ത സംഗതിയാണ്. പൊന്നറ സരസ്വതിയാണ് ഈ പറയുന്നതിന്റെ പഠനവും വ്യാഖ്യാനവും എഴുതിയത് എന്നുള്ള ഭാരതമാലയ്ക്ക് എഴുതിയത് എന്ന് പറയുന്ന ഒരു കാര്യം ഓർമ്മയുണ്ടാവണം. ഭാരതം എന്ന് പറയുന്ന ഒരു കൃതി കണ്ണശ പണിക്കന്മാരിലെ രാമപ്പണിക്കരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അത് ഭാരതമാലയാണ് നമ്മുടെ വ്യത്യാസം ഓർമ്മയുണ്ടാവണം. അതുപോലെ മാധവനെ സംബന്ധിച്ച് ഓർക്കാൻ എളുപ്പം ഭഗവത്ഗീതയാകുമ്പോൾ മാധവൻ എന്ന് ഓർത്താൽ വളരെ എളുപ്പമാണ് അല്ലെ. ഈ പറയുന്ന മലയൻകീഴുകാരനായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം ഈ മലയാളത്തിൽ ആദ്യമായിട്ട് ഭഗവത്ഗീതയ്ക്ക് ഉണ്ടായ ഒരു വിവർത്തനമാണ്. എന്നാൽ ഇത് ആദ്യത്തെ കൃതിയാണെന്ന് വാദിക്കുന്ന ശിവനാട് കുഞ്ഞൻപിള്ളയാണ് അല്ലെ. അതിന്റെ ഒരു സംക്ഷേപണ സ്വഭാവത്തെയും ഈ പറയുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ട് വളരെ ചുരുങ്ങിയ ഇതിലേക്ക് ഭഗവത്ഗീതയുടെ സാരം കൊണ്ടുവന്നു എന്ന് മാധവനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കണ്ണശ രാമായണവും അതുപോലെ തന്നെ ഒക്കെ ബന്ധപ്പെട്ടുള്ള ചില നിരീക്ഷണങ്ങൾ കൂടെ നമ്മളൊന്ന് ഓടിച്ചെന്ന് പറയാം. തികച്ചും മലയാളത്തിന്റെ സന്താനങ്ങളായ കൃഷ്ണപ്പാട്ടും കിളിപ്പാട്ടും ആവിർഭവിക്കുന്നതിന് വഴിയൊരുക്കിയ ഒരു പരിവർത്തന ഘട്ടത്തെയാണ് നിരണം കൃതികളിൽ കാണുന്നത് എന്ന് KM ജോർജ് പറയുന്നുണ്ട്. അപ്പൊ മലയാളത്തിന്റെ ഒരു തനിമ രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ പാട്ട് പ്രസ്ഥാനം നമ്മുടെ മലയാള സാഹിത്യത്തിന്റെ ഒരു രാജപാതയിലേക്ക് എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നിരണം കൃതികളാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം അല്ലെ. അത് ഈ രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛിലേക്കുള്ള ഒരു വലിയ യാത്രയുടെ ഇടത്താവളമായിട്ട് അല്ലെ. നമ്മുടെ ഹനുമാന്റെ സമുദ്ര ലംഘനത്തിനകത്ത് ഇടത്താവളം പോലെ അത്തരം ഇടത്താവളമായിട്ടാണ്. അപ്പൊ ഒരു ലിഫ്റ്റ് ഈ പറയുന്ന പോലെ രാമചരിതത്തിൽ നിന്ന് വലിയൊരു ലിഫ്റ്റ്, ഭാഷാപരമായും സാഹിത്യപരമായും വലിയൊരു ലിഫ്റ്റ് നമുക്ക് എഴുത്തച്ഛനിലേക്കുള്ള ഒരു പാലമായിട്ട് കണ്ണശനെ കാണാം എന്ന് പറയുന്ന ഒരു ആശയം വളരെ പ്രധാനമാണ് അല്ലെ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കേവലം ഈ പറയുന്ന ദേവദാസി വർണ്ണനകൾ മാത്രമായിരുന്നു. മണിപ്രവാളത്തിന് എതിരായിട്ട് വലിയൊരു ഒരു സമൂഹത്തിന്റെ കീഴ്നിലയിൽ നിന്നുള്ള ഒരു വലിയ ഭക്തിയുടെ പ്രതിരോധമായിരുന്നു കണ്ണശ കൃതികൾ അല്ലെങ്കിൽ കണ്ണശ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണശ രാമായണം ഇങ്ങനെ പാട്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ പ്രമാണം അല്ലെങ്കിൽ പാട്ട് എന്നുള്ള പ്രസ്ഥാനത്തെ പ്രബലമാക്കുകയും അതോടൊപ്പം തന്നെ ഈ മണിപ്രവാളത്തിന് ഈ പറയുന്ന മറ്റൊരു തരത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തത്സമങ്ങൾ ധാരാളമായിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പാട്ടും മണിപ്രവാളും തമ്മിലുള്ള അന്തരം വലിയ രീതിയിൽ കുറച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ മണിപ്രവാള കൃതികളുടെ അന്തസത്തയെ അല്ലെങ്കിൽ സാരാംശത്തെ മുഴുവൻ എടുത്തു കളഞ്ഞുകൊണ്ട് അതിനെ ഈ സംസ്കൃതത്തിന്റെ ഒരു പൗരാണിക ഭക്തി പാരമ്പര്യത്തെ തന്നെ അതിനകത്ത് ഉള്ളടക്കുകയും ചെയ്യുന്ന രീതിയാണ് ഭാഷയുടെ ആധുനീകരണം അവിടെയുണ്ട്. അതുകൊണ്ട് മണിപ്രവാളത്തെയും പാട്ടിൽ നിന്നുകൊണ്ട് മണിപ്രവാളത്തെ പരിണമിപ്പിച്ച ഒരാൾ കൂടിയാണ് ഈ കണ്ണശന്മാർ എന്ന് പറയുന്ന ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. ഓക്കെ, ഭാഷാപരമായ സവിശേഷതകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം എന്ന് പറയുന്ന ലീലാതിലകം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള പാട്ടിന്റെ നിർവചനത്തെ എടുത്ത് കളഞ്ഞ ആളുകളാണ് ഇവര്. അവർ തത്സമങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഈ പറയുന്ന പോലെ വർണ്ണങ്ങൾ ധാരാളമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന പഴയ കാവ്യരൂപങ്ങളിൽ നിന്നുള്ള വൃത്തം അടക്കമുള്ള കാര്യങ്ങൾ എതുകാമോന അന്താതിപ്രാസം തുടങ്ങിയവയൊക്കെ അത് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. പിന്നെ ഇവിടുത്തെ ഒരു ഗാന പാരമ്പര്യത്തിലെ വൃത്തമാണ് അല്ലെ. അത് തെറ്റായിട്ട് നിർണയിച്ചിട്ടുള്ള ഒരു വൃത്തമാണ് തരങ്കിണി അല്ലെ.
ദിമാത്രം ഗണമെട്ടെണ്ണം എന്നുള്ളത്. അതല്ല ദിമാത്രമല്ല ചതുർമാത്രമാണെന്നൊക്കെ പറയുന്ന വാദങ്ങളൊക്കെ പിന്നീട് വാദ്യാരൊക്കെ ഉള്ളവരൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ദീർഘതരംഗിണി എന്ന് പറയാവുന്ന ഒരു വൃത്തം, അതിനെയാണ് നമ്മൾ ഈ നിരണവൃത്തം എന്നൊക്കെ പറയുന്ന 16 മാത്രകൾ അല്ലെ ഉള്ള ആ ഒരു വൃത്തമാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. നിരണവൃത്തം എന്നാണ് അതറിയുന്നത്. അതിനൊരു കേരളീയമായ ഒരു പാരമ്പര്യമുണ്ട് എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ടാണ് KM ജോർജ് രാമചരിതത്തിൽ നിന്ന് കണ്ണശരാമായണത്തിൽ എത്തിക്കുമ്പോൾ ഭാഷാപരമായിട്ടൊരു കൽത്തുറുങ്കിൽ നിന്ന് ജയിലിലേക്ക് എത്തിയ പ്രതിനിധിയാണ് എന്നാണ് പറയുന്നത്. ചെന്തമിഴും സംസ്കൃത അക്ഷരവും അതിനകത്ത് ചേർന്നിട്ടുണ്ട് എന്നാണ് ആറ്റൂർ പറയുന്നത്. നാട്ടുഭാഷയിൽ എഴുതിയതാണെന്നും അത് അന്നത്തെ ഉള്ളൂർ പറയുമ്പോൾ അന്നത്തെ വ്യവഹാര ഭാഷയിലല്ല എന്നാണ് ആർനാരായണ പണിക്കർ പറയുന്നത്. ഒരു സാഹിതീയ ഭാഷയാണെന്നും ഭാഷാ മിശ്രമാണ് എന്നൊരു അഭിപ്രായമാണ് സ്വതന്ത്ര ശാഖാവാദിയായിട്ടുള്ള ഗോദവർമ്മ പറയുന്നത്. എന്നാൽ സാമാന്യ വ്യവഹാര ഭാഷയിലാണ് എന്ന് ഇളംകുളവും പറയുന്നുണ്ട്. അപ്പൊ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് കണ്ണശരാമായണത്തിലെ ഭാഷയെക്കുറിച്ച് പറയുന്നത്. പക്ഷെ രാമായണത്തിൽ നിന്ന് കുറെ കൂടെ ആധുനികമായ ഒരു ഭാഷയുണ്ട് എന്ന് എല്ലാവരും പറയുന്നത്. ഓക്കെ, കണ്ണശരാമായണത്തിലെ ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരാം. സമയം. മലയാള സാഹിത്യത്തിന്റെ നവോത്ഥാന നായകർ എന്ന് കണ്ണശ്ശന്മാരെ വിളിച്ചത് ആരാണ് എന്നുള്ളതാണ്. ഇത്തരം ചില ലൗഡായ പ്രസ്താവനകൾ കണ്ണശ്ശരാമായണത്തെ കുറിച്ച് കൂടുതലായിട്ട് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം. പുതുശ്ശേരി രാമചന്ദ്രനാണ് അല്ലെ. അതുകൊണ്ട് അത് കന്നഡ ജനങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. മലയാള സാഹിത്യത്തിന്റെ നവോത്ഥാന നായകൻ എന്നൊക്കെ എൻ കൃഷ്ണപിള്ളയാണ് വിളിക്കുന്നത്. ഓക്കെ, പാർത്ഥസാരഥി വർണ്ണയിൽ എഴുത്തച്ഛനെ സ്വാധീനിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അല്ലെ. പാർത്ഥസാരഥി വർണ്ണയിൽ എഴുത്തച്ഛനെ സ്വാധീനിച്ചത് ശങ്കരപ്പണിക്കരാണ്. നിരണമൃത്തം എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ് അല്ലെ. ഉത്തരം നിങ്ങൾക്കറിയാം, ദീർഘ തരംഗിണിയാണ് നിരണമൃത്തം എന്നറിയപ്പെടുന്നത്. ഭാരതമാലയുടെ കർത്താവ് ആരാണ് എന്ന് പറയുന്ന ചോദ്യമാണ് അല്ലെ. അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. ശങ്കരനാണ് ഭാരതമാലയുടെ കർത്താവ് എന്ന് പറയുന്നത്. നിരണകവികളിൽ ഉഭയകവീശ്വരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. കരുണേശൻ ആണ് ഉത്തരം അല്ലെ. അതും ഈ പറയുന്ന പോലെ ചിലപ്പോൾ മറന്നുപോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, നിരണം കവികളിൽ എന്നറിയപ്പെടുന്ന കവികളിൽ ഉൾപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ്. പത്മനാഭ പണിക്കർ, പുന്നൻ നമ്പൂതിരി, കരുണേശൻ, ശ്രീധര പണിക്കർ. പെട്ടെന്ന് നമുക്ക് ഈ കരുണേശന്റെ പേര് മറന്നുപോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ചോദ്യം വിട്ടു എന്ന് മാത്രം. കരുണേശനാണ് ശരിയായ ഉത്തരം. ആംഗലേയ സാഹിത്യത്തിൽ സ്പെൻസർക്ക് തുല്യനാണ് രാമപണിക്കർ എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് അല്ലെ. നായർ, പുതുശ്ശേരി രാമചന്ദ്രൻ, എൻ കൃഷ്ണപിള്ള, ഉള്ളൂർ. ഇത്തരം ചില പ്രയോഗങ്ങളും സമീകരണങ്ങളൊക്കെ നടത്തുന്നതിൽ പ്രസിദ്ധൻ എന്ന് പറയുന്നത് ഉള്ളൂരാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളൂർ എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, കണ്ണശ ഭാഷയെ മുത്തമിഴ് എന്ന് വിളിക്കുന്നതിന്റെ കാരണമാണ്. കണ്ണശ ഭാഷ മുത്തമിഴാണ് എന്ന് പറയുന്നത് വളരെ പ്രബലമായ ഒരു വാദമാണ്. അത് എന്താണ് മുത്തമിഴ് എന്നുള്ളതാണ്. ശങ്കരൻ നമ്പ്യാർ ഭാഷയുടെ ഉൽപ്പത്തിവാദത്തിനകത്തും ഈ മുത്തമിഴ് എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവരുന്നുണ്ട് നമുക്കറിയാം. മുന്തി നിൽക്കുന്ന തമിഴ്, ചെന്തമിഴ്, സംസ്കൃതവും കലർന്ന് തമിഴും സംസ്കൃതവും മലയാളവും ചേർന്നത് കൊടുന്തമിഴായതുകൊണ്ട്. ആർക്കും ഉത്തരം അറിയാവോ? തമിഴും സംസ്കൃതവും മലയാളവും ചേർന്നത് കൊണ്ട് എന്നുള്ള സി ആണ്, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് വാണിയർ ചെട്ടികൾ തുടങ്ങി കച്ചവട സമൂഹങ്ങളുടെ 5 വണ്ണം മണിഗ്രാമം തുടങ്ങിയ കച്ചവട സംഘങ്ങളെ കുറിച്ചും പരാമർശമുള്ള പാട്ട്. എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. മറ്റു ചില പൊതുവായ ചില ചോദ്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. പൊതുവായ ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പാട്ടിനെ കുറിച്ചുകൂടെ ഒന്ന് സാമാന്യമായിട്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവോ? പയ്യന്നൂർ പാട്ടാണ് അല്ലെ. പയ്യന്നൂർ പാട്ടിന്റെ ഒരു വലിയ പ്രത്യേകത അതാണ്. ഓക്കെ, എന്താണ് പയ്യന്നൂർ പാട്ട് എന്നുകൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അല്ലെ. പയ്യന്നൂർ പാട്ട് കണ്ടെടുത്തത് ഹെർമൻ ഗുണ്ടർട്ടാണ് എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് പയ്യന്നൂർ പാട്ട് എന്ന് പറഞ്ഞ പേരും അദ്ദേഹത്തിന് നൽകിയത് അല്ലെ. പിന്നീട് സക്കറിയാണ് അത് സ്ഥിരീകരിക്കുന്നത്. 104 പാട്ടുകളാണ് ലഭ്യമായിട്ടുള്ളത്. ശുദ്ധ മലയാളത്തിന്റെ ഏറ്റവും ആദ്യത്തെ രൂപമായിട്ട് ആണ് അതിനെ ഗുണ്ടട്ട് പരിഗണിച്ചിരുന്നത്. പക്ഷെ ഒരു 13-14 കാലം എന്നാണ് ഉള്ളൂരടക്കമുള്ള ആളുകൾ ഇപ്പോൾ പൊതുവായിട്ട് പറയുന്നത്. ഓക്കെ, അതൊരു ഒരു വാമൊഴി സാഹിത്യ രൂപമായതുകൊണ്ട് കൃത്യമായ ഒരു കാലഗണന നിശ്ചയിക്കാൻ കഴിയില്ല എന്ന ഒരു അഭിപ്രായമാണ് MG നാരായണനെ പോലുള്ള ആളുകൾക്കൊക്കെ ഉള്ളത് അല്ലെ. ഏതാണ്ട് 104 പാട്ടുകളെ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ അല്ലെ. അത് ഈ പറയുന്ന ആ ഒരു വടക്കൻ പാട്ടുകളുടെ പല രീതികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ നീലകേശി കഥ അതിനകത്ത് വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതിന്റെ ഒരു കഥയാണ് പ്രധാനമായിട്ടും വരുന്നത്. അതിന് തുടർച്ചയായിട്ട് ആ ഒരു പാട്ട് വേറെയും ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നാടോടി ഇതിഹാസ കാവ്യം എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഭർത്താവിന്റെ ചതിയിൽ സഹോദരങ്ങൾ കൊല്ലപ്പെട്ട നീലകേശി വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന എന്താ പറയാ വധിക്കുന്ന ഒരു കഥയാണ് അതിനകത്തുള്ളത് എന്നാണ് പറയുന്നത്. നീലകേശി എന്ന് പറയുന്ന മറ്റൊരു പാട്ടിന്റെ ഒരു പ്രാരംഭഘട്ടമായിട്ട് ഇതിനെ
പറയാൻ പറ്റും എന്നുള്ളതാണ്. ചില നാടൻ പാട്ടുകളും ഈ പറയുന്ന പയ്യന്നൂർ പാട്ട് പോലെ തന്നെ ചില നാടൻ പാട്ടുകളെ കുറിച്ചിട്ടുള്ള തെക്കൻ വടക്കൻ എന്നൊക്കെ പറയുന്ന ചില പാട്ടുകളെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എരുമേക്കുട്ടിയുള്ള പോര് എന്ന കഥാഗാനം ഉപയോഗപ്പെടുത്തിയിരുന്ന നാടൻ കലാരൂപം ഏത് എന്നുള്ളതാണ്. ഇത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ് ഇത്തരം കഥാഗാനങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവതരണ നാടോടി അവതരണ വില്ലടിച്ചാമ്പാട്ടാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അടുത്തൊരു ചോദ്യം. കച്ചിൽപട്ടണം, ഏഴിമല, വളപട്ടണം തുടങ്ങിയ പുരാതന സ്ഥലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ട് ഏത് എന്നാണ്. അല്ലെ, ആ സ്ഥലം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ പാട്ടുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 പാട്ടുകൾക്ക് സാധ്യതയുണ്ട്. അല്ലെ, ഏത് പാട്ടാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പാട്ടാണ് ശരിയായ ഉത്തരം. ഓക്കെ, ചാരൻ പാട്ടുകൾ എന്ന് വിളിക്കുന്നത് ഏത് പാട്ടുകളെയാണ് എന്നാണ് ചോദ്യം. ചാരൻ പാട്ടുകൾ എന്ന് വിളിക്കുന്നത് ഏത് തരം പാട്ടുകളെയാണ്? അറിയാവോ ആർക്കെങ്കിലും? വടക്കൻ പാട്ടുകൾക്ക് വിളിക്കുന്ന മറ്റൊരു പേരാണ് ചാരൻ പാട്ടുകൾ എന്ന് പറയുന്നത്. വടക്കൻ പാട്ടുകളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ. അല്ലെ, വടക്കൻ പാട്ടുകളിൽ തച്ചോളി, പുത്തൂരം പാട്ടുകൾ മാത്രമല്ല ഒറ്റപ്പാട്ടുകൾ കൂടിയുണ്ട്. കൃഷ്ണപൂരി വളരെ വിപുലമായിട്ട് ഒറ്റപ്പാട്ടുകളെ കണ്ടെത്തുന്നത്. ആരാണത് ആദ്യം പറഞ്ഞത് എന്നുള്ളതാണ്. വടക്കൻ പാട്ടുകളെ കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായ പഠനം നടത്തിയതായിരിക്കാന്ന് നമുക്കറിയാം. അല്ലെ, ഉത്തരം അറിയാവോ? MC അപ്പുണ്ണി നമ്പ്യാരാണ് ശരിയായ ഉത്തരം. വിവാഹാദികൾക്ക് പാടുന്ന ചരിത്രപരമായ തെക്കൻ പാട്ടുകൾക്ക് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ഈ വിവാഹം പോലുള്ള ചടങ്ങുകൾക്ക് പാടുന്ന ചരിത്രപരമായ തെക്കൻ പാട്ടുകൾക്ക് പറയുന്ന പേരെന്താണ്? വില്ലടിച്ചാൻ പാട്ട്, കേൾവിപ്പാട്ട്, ഉലകുട പെരുമാൾ പാട്ട്, കെന്ത്രോൻ പാട്ട്. കേൾവിപ്പാട്ട്. കേൾവിപ്പാട്ട് എന്നുള്ളതാണ് എന്റെ ശരിയായ ഉത്തരം. ഓക്കെ, അടുത്തത് റാഡോഫിന്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നമ്മുടെ മലയാളത്തിന്റെ നാടൻപാട്ട് പഠന മേഖലയിൽ വന്നൊരു വാക്കാണ് ഈ ഉരുക്ക് ശീലുകൾ എന്ന് പറയുന്നത്. അല്ലെ, MR രാഘവായിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരവും പെട്ടെന്ന് കിട്ടിക്കാണും. ഉരുക്ക് ശീലുകൾ നാടൻപാട്ടിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, വടക്കൻ പാട്ട് എന്നുള്ളതാണ് ഉത്തരം. വടക്കൻ പാട്ടുകളുടെ പണിയാല എന്ന് പറയുന്ന രാഘവാരുടെ പുസ്തകത്തിനകത്താണ് അദ്ദേഹം ഈ ഒരു ഉരുക്ക് ശീലുകളെ കുറിച്ച് വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നത്. ഓക്കെ, 2 ചോദ്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് സമയം വൈകിയെന്ന് തോന്നുന്നു. മലയാളത്തിലെ ദ്വിതീയാക്ഷര പ്രാസത്തോട് ഒക്കുന്ന മാപ്പിളപ്പാട്ടിലെ പ്രാസം ഏത്? മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ശാഖ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഉള്ള 2 ചോദ്യങ്ങളാണ്. മാപ്പിളപ്പാട്ടിലെ ഈ പറയുന്ന ദ്വിതീയാക്ഷര പ്രാസത്തോട് ചേർന്ന് നിൽക്കുന്നത് ഏതാണ് എന്നുള്ളതാണ്. അല്ലെ, അറിയാവോ? കഴുത്ത് എന്നുള്ളതാണ്. അല്ലെ, ഇപ്പൊ കമ്പി, കഴുത്ത്, വാലുമ്മൽ കമ്പി, വാൽക്കമ്പി എന്നൊക്കെ പറയുന്നത്. അല്ലെ, ഈ അന്താദിപ്രാസം ഉണ്ട്. അല്ലെ, വാലുമ്മൽ കമ്പി അല്ലെങ്കിൽ അന്താക്ഷരപ്രാസം എന്ന് പറയുന്ന വാൽക്കമ്പി, അല്ലെ ആദ്യാക്ഷരപ്രാസം, അല്ലെ അങ്ങനെ ഈ കമ്പി, കഴുത്ത്, കമ്പി, വാൽക്കമ്പി, വാലുമ്മൽ കമ്പി തുടങ്ങിയ ചില സവിശേഷമായ ഭാഷാ സങ്കേതങ്ങൾ ഈ പറയുന്ന മാപ്പിളപ്പാട്ടുകളിൽ കാണാം എന്ന് നമുക്ക് അറിയാം. അല്ലെ, മലയാളത്തിലെ അന്താദിപ്രാസത്തിന് സമാനമായ മാപ്പിളപ്പാട്ടിലെ പ്രാസം ഏത് എന്നുള്ളതാണ്. വാൽക്കമ്പി. അന്താദിപ്രാസം, അവിടെ അന്താദിപ്രാസം എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. വാലുമ്മൽ കമ്പിയാണ്, വാലുമ്മൽ കമ്പിയും ഉണ്ട്. അല്ലെ, അന്താക്ഷരപ്രാസം ആകുമ്പോഴാണ് മറ്റു ദൂരം. അപ്പൊ അങ്ങനെ ചെറിയൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ഓർത്താൽ മതി. മലയാള മാപ്പിളപ്പാട്ടിലെ കമ്പിക്ക് സമാനമായി പാട്ട് പ്രസ്ഥാനത്തിൽ കാണുന്ന പ്രാസം ഏത് എന്നുള്ളതാണ് ചോദ്യം. മോന. അതെ, അപ്പൊ ഇത്രയും കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. രാമചരിതം തൊട്ടിട്ട് ഈ പറയുന്ന നമ്മുടെ നാടോടി പാട്ടുകൾ വരെയുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മൾ കവർ ചെയ്തത്. ഏതാണ്ട് എല്ലാ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു മോഡ്യൂളുകളിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാര്യമായിട്ട് വായിക്കുക. നമുക്ക് മണിപ്രവാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ.